ഹായ്, അപ്പം നമ്മൾ ഇന്ന് തൊട്ട് LSTസിന്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. LSTസിന്റെ റിവിഷൻ മാത്രമാണിത്. ഞാൻ എടുക്കാത്ത ടോപ്പിക്സ് സെപ്പറേറ്റ് ക്ലാസ് എടുക്കാം. എന്ന് പറയുമ്പോൾ റിവിഷൻ പോർഷൻ മാത്രമാണ്. നമ്മൾ ടൈം ടേബിൾ പറഞ്ഞ പ്രകാരം ഇന്ന് പറയുമ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസിന്റെ കുറച്ച് പോർഷൻ, പിന്നെ നമ്മുടെ റൈറ്റ് ഇൻഫർമേഷൻ ഒരു പോർഷൻ, ജോഗ്രഫിക്കകത്തെ നമ്മുടെ വിൻഡിന് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, സീസൺസ് ഒരു സെക്ഷൻ, ഗ്ലോബൽ പ്രഷർ ബെൽസ് ഒരു സെക്ഷൻ, അങ്ങനെ കുറെ സെക്ഷൻസേ ഉള്ളൂ. അതിന്റെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ക്ലാസ് ആണ്. ഞാൻ ഇതെല്ലാം ഓൾറെഡി ഞാൻ ക്ലാസ് എടുത്താണ്, ഡീറ്റെയിൽ ക്ലാസ് എടുത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ടിട്ട് കാണുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഫുൾ പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറയുമ്പോൾ ഫുൾ കഥ പോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെടുത്ത ക്ലാസ്സുകളാണ് ഇതൊക്കെ. നമ്മളിത് ജസ്റ്റ് റിവിഷൻ എന്നുള്ള രീതി മാത്രമേ ഞാനിത് പറഞ്ഞു പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിത് നോക്കാം. ഇതിന്റെ ബാക്കിയായിട്ട് ഈ ഒരു വീഡിയോയുടെ ബാക്കിയായിട്ട് തന്നെ ഈ ക്ലാസ് എടുത്തതിന് ശേഷം ഞാൻ കുറെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കുറെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കി, ഞാൻ പറഞ്ഞു ഇത് നമുക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഈ റിവിഷന് പാരലായിട്ട് തന്നെ എടുക്കാത്ത ടോപ്പിക്സിന്റെ ക്ലാസ് എടുത്തു പോകും. അപ്പൊ നാളെ ആണെങ്കിലും ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്തുള്ള ബയോഡൈവേഴ്സിറ്റി എന്ന ക്ലാസ്സിന് എടുക്കുന്നതാണ്. അതുപോലെ നമുക്ക് എന്താണ് എക്കണോമിക്സിനകത്ത് ബജറ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട്, പബ്ലിക് റവന്യൂവിനകത്ത് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊരു സെക്ഷൻ കവർ ചെയ്യണം. അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ അത് എടുക്കാനുള്ളതാണ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഒരു സെക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇതിന്റെ റെഫറൻസ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സർവേ ഓഫ് കേരള ഹിസ്റ്ററി തന്നെയാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എടുത്ത് നോക്കി 2020-23 ക്വസ്റ്റൻ എടുത്താൽ നോക്കിയാൽ അറിയാം എന്താണ് ഒത്തിരി ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. സർവേ ഓഫ് കേരള ഹിസ്റ്ററിക്ക് അകത്ത് തന്നെ ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ആ ടെക്സ്റ്റ് പഠിക്കുക കേട്ടോ. അപ്പൊ നോക്കിയാൽ അറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോത്തേ ഉള്ളൂ. ഇതെന്ന് പറയുമ്പോൾ പോർച്ചുഗീസിന് അറൈവലിനെ കുറിച്ചിട്ടുള്ള സംഭവമാണ് ഇത്രയും. നമുക്കറിയാം എന്താണ് ആദ്യമായിട്ട് ഇവിടെ വരുന്ന പോർച്ചുഗീസുകാരനാണ് വാസ്കോ ഡ ഗാമ. എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് എല്ലാവരും എഴുതും. അതുകൊണ്ട് അത് വിട്ടേക്ക്. നമുക്കറിയാം ഇതിന്റെ ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് 20th May 1498 വാസ്കോ ഡ ഗാമ കേരളത്തിൽ വരുന്നത്. വാസ്കോ ഡ ഗാമ ഇതുവഴിയാണ് വരുന്നത്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് നമ്മുടെ വാസ്കോ ഡ ഗാമ നമ്മുടെ കോഴിക്കോട് എത്തുന്ന ഓർത്തിരിക്കുക കേട്ടോ. 20th May 1498 പുള്ളി വന്ന കപ്പലിന്റെ പേരാണ് എന്ത്, സെയിന്റ് ഗേബ്രിയൽ. ഈ സെയിന്റ് ഗേബ്രിയൽ കപ്പലിന്റെ കൂടെ രണ്ട് കപ്പൽ, സെയിന്റ് റാഫേലും ഉണ്ടായിരുന്നു, ബെറിയോ എന്നുള്ള കപ്പലും ഉണ്ടായിരുന്നു. ഇതിനകത്ത് സെയിന്റ് ഗേബ്രിയലാണ് നമ്മുടെ പുള്ളി വരുന്നത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ കോഴിക്കോട് വരുന്ന സമയത്ത് അവിടെ പരിചയപ്പെട്ടിരുന്ന ആരാണ്, സാമൂതിരിയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയത്തില്ല, അവിടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒക്കെ പഠിക്കുന്ന സംഭവം തന്നെയാണ്. റിവിഷൻ അതൊന്നും പറയില്ല. അപ്പൊ ഓർത്തിരിക്കുകയായിരുന്നു പുള്ളി വന്ന സമയം. അപ്പൊ ഈ വാസ്കോ ഡ ഗാമ പറഞ്ഞാൽ 3 times കേരളം വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, 3 പ്രാവശ്യം കേരളത്തിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് വാസ്കോ ഡ ഗാമ. 1498 വന്നിട്ട് 99 പുള്ളി തിരിച്ചു പോകുന്നുണ്ട്. ഇനി പുള്ളി വരുന്നത് 502 1502 പുള്ളി വരും. 1524 വാസ്കോ ഡ ഗാമ കേരളത്തിൽ വരുന്നുണ്ട്. തെറ്റിക്കരുത്, മറന്നു പോകരുത്. 1524 പുള്ളി വരുമ്പം 6th വൈസ്രോയി ആയിട്ടാണ് പുള്ളി വരുന്നത് കേട്ടോ. 6th പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഈ വാസ്കോ ഡ ഗാമ എന്ന് പറയുമ്പോൾ. 1524 പുള്ളി വരുന്ന സമയത്തിനാണ് പുള്ളി മരിച്ചു പോകുന്നതും. പുള്ളിയെ അടക്കിയ പള്ളി ഏതാണ്, നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള സെയിന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് പുള്ളി അടക്കിയിരിക്കുന്നത്. അപ്പൊ സെയിന്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ പണിയ ആദ്യത്തെ ചർച്ചാണെന്ന് സെയിന്റ് ഫ്രാൻസിസ് ചർച്ച്. ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത ആളെന്ന് പറയുമ്പോൾ ആരാണ്, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള വാസ്കോ ഡ ഗാമയാണ്. അപ്പൊ ഞാൻ പറയുന്ന കറക്റ്റ് ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് വിസിറ്റ് ചെയ്ത ആളാണ് പെട്രോ അൽവാരസ് കബ്രാൾ എന്നൊരാൾ. പെട്രോ അൽവാരസ് കബ്രാൾ എന്നൊരാളാണ് സെക്കൻഡ് വിസിറ്റ് ചെയ്യുന്ന പോർച്ചുഗീസുകാരൻ. പുള്ളി 1500 കാര്യം 1499 നമ്മുടെ വാസ്കോ ഡ ഗാമ തിരിച്ചു പോവാണ്. 1500 സെക്കൻഡ് പോർച്ചുഗീസ് വിസിറ്റർ ആയിട്ട് വരുന്ന ആളാണ് നമ്മുടെ പെട്രോ അൽവാരസ് കബ്രാൾ എന്നാണ്. തേർഡ് വരുന്ന ആളാണ് നമ്മുടെ ഡി നോവ ഒരാളാണ് കേട്ടോ. അപ്പൊ ഇത്രയും പേരാണ് വരുന്നത്. അപ്പൊ 1501 ഡി നോവ വരുന്നത്. 1502 പിന്നെയും നമ്മുടെ വാസ്കോ ഡ ഗാമ കേരളത്തിൽ വരുന്നത്. ജസ്റ്റ് ഇത്രയും കറക്റ്റഡ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു, ഈ സാമൂതിരി വിളിക്കുന്ന വേറൊരു പേരാണെന്ന്, കുഞ്ഞള കോനാത്തിനൊക്കെ വിളിക്കുന്ന സാമൂതിരിയാണ്. ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചുകൊണ്ടിരുന്ന സാമൂതിരിയാണ്. അത് കൂടാതെ തന്നെ ഇവിടെ എന്തുണ്ടായിരുന്നു, അറബികൾ ഉണ്ടായിരുന്നു, അറബിയൻ വ്യാപാരികൾ ഉണ്ടായിരുന്നു. ഈ അറബിയൻ വ്യാപാരികൾക്ക് ഇന്ത്യൻ ഓഷനിലെ ട്രേഡ് ചെയ്യാൻ ഒരു ലൈസൻസ് എടുക്കണം എന്ന് ഈ പോർച്ചുഗീസുകാർ പറയും കേട്ടോ. അങ്ങനെ കൊണ്ടുവരുന്നതാണ് കാർട്ടസ് എന്നൊരു സിസ്റ്റം ഉണ്ട്. കാർട്ടസ്, ഈ കാർട്ടസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരെ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. എന്താണ്, ഇന്ത്യൻ ഓഷനിൽ ട്രേഡ് നടത്താൻ ആര് വന്നാലും അവർ ഈ പാസ് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കണം. ആ ലൈസൻസ് അല്ലെങ്കിൽ പാസിന്റെ പേരാണ് കാർട്ടസ് എന്ന് പറഞ്ഞാൽ. അത് കൊണ്ടുവന്ന ആരാണ്, പോർച്ചുഗീസുകാരാണെന്ന് ഓർത്തിരിക്കുക, തെറ്റിക്കരുതൊന്നും കേട്ടോ. എന്ന് നോക്കി നമ്മൾ പറഞ്ഞു. ഇനിയും ഈ അൽമിഡയും അൽബുക്കർക്കും എന്ന് പറഞ്ഞാൽ, അൽമിഡയാണ് ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽമിഡ. സെക്കൻഡ് പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആര്, അൽബുക്കർക്ക്. തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് പോർച്ചുഗലിലെ കിങ് ആയിരുന്ന ആര്, ഡി മാനുവൽ ഒരാളുണ്ട്. ഡി മാനുവൽ ആയിരുന്ന ആര്, ആ സമയത്തുണ്ടായിരുന്ന പോർച്ചുഗലിലെ രാജാവായിരുന്ന ആര്, ഡി മാനുവൽ. ഈ ഡി മാനുവൽ ആണ് ഈ പറഞ്ഞ അൽമിഡയും അൽബുക്കർക്കിനെയൊക്കെ വൈസ്രോയി ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. ക്ലിയർ അല്ലേ, തെറ്റിക്കരുത്. അപ്പൊ നോക്കിയോ, ഈ അൽമിഡയുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് നമ്മുടെ സെയിന്റ് ഏഞ്ചലോ ഫോർട്ട്. കണ്ണൂരിലെ സെയിന്റ് ഏഞ്ചലോ ഫോർട്ടിന്റെ
ക്രിയേറ്റ് അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്തത് ആരാണ്? ഈ ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയ് അൽമിഡയാണ് ഓർത്തിരിക്കുക. അതുപോലെ ബ്ലൂ വാട്ടർ പോളിസി എന്നുള്ളത് ആരുടെ തന്നെയാണ്? അൽമിഡയാണ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അൽബൂക്കർക്ക് എന്ന് പറയുമ്പോൾ സെക്കൻഡ് പോർച്ചുഗീസ് വൈസ്രോയ് ആണ്. പുള്ളി 1509 തൊട്ട് 15 വരെയാണ് വൈസ്രോയായിട്ട് ഇരിക്കുന്നത്. പക്ഷെ അതിന് മുമ്പിട്ട് പുള്ളി എന്തോ ചെയ്യുന്നുണ്ടെന്ന് അറിയോ? 1503 നമ്മുടെ മാനുവൽ ഫോർട്ട് അല്ലെങ്കിൽ അടിക്കോട്ട, ആയക്കോട്ട എന്നൊക്കെ വിളിക്കുന്ന ഈ പറഞ്ഞ മാനുവൽ ഫോർട്ട് പണിയുന്നത് ആരാണ്? നമ്മുടെ അൽബൂക്കർക്കാണെന്ന് ഓർത്തിരിക്കുക. ഇതെന്ന് പറയുമ്പോൾ 1503 പണിയുന്നത് നമ്മുടെ സാമൂതിരി കൊച്ചി അറ്റാക്ക് ചെയ്യുമ്പോൾ അൽബൂക്കറിന്റെ ടീം പോയിട്ടാണ് സാമൂതിരിയെ തിരിച്ചോടിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ സ്ഥലം പിടിച്ചെടുത്തിട്ട് പണിയുന്നതാണ് മാനുവൽ ഫോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് മാനുവൽ ഫോർട്ടാണ് അൽബൂക്കർക്കാണ് മാനുവൽ ഫോർട്ട് പണിയുന്നത് 1503 ഓർത്തിരിക്കുക കേട്ടോ. ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് പറഞ്ഞാൽ തീരത്തില്ല, കാര്യം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 4-5 മണിക്കൂർ എടുക്കും ഇതെല്ലാം കൂടെ തീരുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി ഫാസ്റ്റ് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക 1503 മാനുവൽ ഫോർട്ട് പണിയുന്നത് അൽബൂക്കർക്കാണ്. സെയിന്റ് ഏഞ്ചൽ ഓഫ് ഫോർട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ആരാണ്? അൽമിഡയാണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക. ഇതുപോലെ തന്നെ ഈ അൽബുക്കർക്കാണ് എന്ത് ചെയ്യുന്നറിയോ? പോർച്ചുഗീസിന്റെ ക്യാപിറ്റൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലുള്ള ക്യാപിറ്റല് ഗോവയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആരാണ്? അൽബുക്കർക്കാണ് കേട്ടോ. ഗോവയിലോട്ട് ഈ പോർച്ചുഗീസിന്റെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നത് അൽബുക്കർക്കാണെന്ന് ഓർത്തിരിക്കുക. ഈ അൽബുക്കർക്ക് ഗോവയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്നത് ബിജാപൂരിലെ ഒരു രാജാവിനെ തോപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പുള്ളി ഗോവ പിടിച്ചെടുക്കുന്നത്. അങ്ങനെ ഗോവയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് അൽബുക്കർക്കാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. തെറ്റിക്കരുത്. അത് കഴിഞ്ഞിട്ട് 1513 കണ്ണൂർ ട്രീറ്റി എന്നൊരു സാധനമുണ്ട്. ഈ കണ്ണൂർ ട്രീറ്റി സൈൻ ചെയ്യുന്ന പോർച്ചുഗീസുകാരും നമ്മുടെ സാമൂതിരിയും തമ്മിൽ സൈൻ ചെയ്യുന്നൊരു ട്രീറ്റിയാണത് കണ്ണൂർ ട്രീറ്റി എന്ന് ഓർത്തിരിക്കുക. നമ്മൾ സെയിന്റ് ഫ്രാൻസിന്റെ കേസ് നമ്മൾ പറഞ്ഞതാണ്. ഇനിയാണ് എന്ത്? 1531 ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1531 ചാലിയം കോട്ട പണിയുന്നത് ആരാണ്? ന്യൂനോ ഡി കുൻഹ എന്നതാണ് കേട്ടോ. ന്യൂനോ ഡി കുൻഹയാണ് എന്ത് പണിയുന്നത്? നമ്മുടെ ചാലിയം ഫോർട്ട് പണിയുന്ന ന്യൂനോ ഡി കുൻഹയാണ്. ഈ സാമൂതിരിയുടെ കഴുത്തിലോട്ട് നീട്ടിവെച്ച എന്താണ് പീരങ്കി എന്ന് വിളിക്കുന്നത് ഈ കോട്ടയാട്ടോ, ചാലിയം കോട്ടയാണ്. അപ്പൊ ഈ ചാലിയം കോട്ട പണിയുന്നത് 1531 ന്യൂനോ ഡി കുൻഹയാണെന്ന് ഓർത്തിരിക്കുക. 40 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞാലി മരക്കാർ തേർഡ് ഈ പറഞ്ഞ ചാലിയം ഫോർട്ട് തകർക്കും. കുഞ്ഞാലി മരക്കാർ തേർഡ് ആണ് തകർക്കുന്നത്. കുഞ്ഞാലി മരക്കാർ ആരാണ്? നമ്മുടെ ഈ പറഞ്ഞ സാമൂതിരിയുടെ നമ്മുടെ നാവികപ്പടയുടെ തലവനാണ് ആര്? നമ്മുടെ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുമ്പോൾ കുഞ്ഞാലി തേർഡ് ആണ് എന്ത് ചെയ്യുന്നത്? ചാലിയം കോട്ട തകർക്കുന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. നോക്കിയോളൂ, ഈ പറഞ്ഞ ചാലിയം കോട്ട കുഞ്ഞാലി തേർഡ് തകർക്കുന്നതിനെ കുറിച്ചിട്ട് ഈ കാസി മുഹമ്മദ് എഴുതിയ ബുക്കാണ് എന്ത്? ഫത്തുൽ മുബീൻ. കുറെ ബുക്കുണ്ട്, നമ്മൾ മെഡിവലിൽ പഠിച്ചപ്പോൾ കുറെ ബുക്കുകളാണ് ഓർത്തിരിക്കുക. കാസി മുഹമ്മദിനെയാണ് ഫത്തുൽ മുബീൻ. ഈ ഫത്തുൽ മുബീൻ എന്നുള്ള ബുക്ക് കുഞ്ഞാലി തേർഡ് ചാലിയം ഫോർട്ട് തകർത്തതിനെ കുറിച്ചിട്ടുള്ള ബുക്കാണ് എന്ന് ഓർത്തിരിക്കുക. കാസി മുഹമ്മദിന്റെയാണ് ഫത്തുൽ മുബീൻ. ക്ലിയർ അല്ലേ? ഇനിയുള്ള നമ്മൾ കാർട്ടർ സിസ്റ്റം പറഞ്ഞു. ഒന്ന് നോക്കി, ഈ പൊന്നാനി ട്രീറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞാണ്. കാർട്ടർ സിസ്റ്റം ഇന്ത്യൻ ഓഷനിൽ ഒരാൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് പാസ് വാങ്ങണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതായിരുന്നു ഈ കാർട്ടർ സിസ്റ്റം എന്നുള്ള സംഭവം. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ ട്രീറ്റി പ്രകാരം എന്താണ്? ഈ കുരുമുളകിന്റെ വ്യാപാരത്തിന്റെ ടാക്സ് അത് എത്ര വേണം എന്നൊക്കെ ആര് ഡിസൈഡ് ചെയ്ത് പറഞ്ഞു? പോർച്ചുഗീസുകാർ ഡിസൈഡ് ചെയ്ത് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കാർട്ടർ സിസ്റ്റം അവര് പിന്നെ കൊണ്ടുവരികയാണ് ഈ പറഞ്ഞ പൊന്നാനി ട്രീറ്റി പ്രകാരം. തെറ്റിക്കരുത്. അതാണ് ഈ പൊന്നാനി ട്രീറ്റി എന്നുള്ള സംഭവം. ഇത് നോക്കിക്കോളൂ, ഡച്ച് പാലസ് അല്ലെങ്കിൽ മട്ടാഞ്ചേരി പാലസ് അത് 1555 പോർച്ചുഗീസുകാർ പണിയുന്നതാണ് ഡച്ച് പാലസ്. വീര കേരള വർമ്മയ്ക്ക് വേണ്ടി പണിയുന്നത് കേട്ടോ. വീര കേരള വർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവര് പണിയുന്ന പാലസ് ആണ് എന്ത്? നമ്മുടെ മട്ടാഞ്ചേരി പാലസ് അല്ലെങ്കിൽ ഡച്ച് പാലസ് എന്നുള്ള പാലസ് ഓർത്തിരിക്കുക. അത് പോർച്ചുഗീസുകാരാണ് പണിയത്, ഡച്ചുകാരല്ലേ. ക്ലിയർ അല്ലേ? ഇന്ന് നോക്കിക്കോളൂ, ഈ തൂഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ ഷെയ്ഖ് സൈനുദ്ദീൻ എന്നുള്ള പുള്ളിയുടെ ബുക്കാണ്. എന്താണ്? തൂഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ ഷെയ്ഖ് സൈനുദ്ദീന്റെ ബുക്കാണ്. എന്ന് പറയുമ്പോഴത്തേക്കിന് കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ ഭരണത്തിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ബുക്കാണ് ഈ തൂഫത്തുൽ മുജാഹിദീൻ എന്നുള്ള ഷെയ്ഖ് സൈനുദ്ദീന്റെ ബുക്ക്. ഈ ബുക്ക് സബ്മിറ്റ് ചെയ്യുന്നത് ബിജാപൂരിലെ രാജാവിനാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ഈ ബിജാപൂരിലെ ആദിൽ ഷാ എന്നൊരു രാജാവുണ്ട്. ആദിൽ ഷാ എന്നുള്ള ബിജാപൂരിലെ കിങ്ങിനാണ് ഈ പറഞ്ഞിട്ടുള്ള തൂഫത്തുൽ മുജാഹിദീൻ എന്നുള്ള ഷെയ്ഖ് സൈനുദ്ദീന്റെ ബുക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യം കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കാം. ഇതെന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇത് കറക്റ്റ് അറിഞ്ഞിരിക്കും. ഈ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സർവേ ഓഫ് കേരള ഹിസ്റ്ററി മാത്രമാണ്. അതിനകത്ത് ഇതിനേക്കാളും ഇനിയുണ്ട് കുറെ കാര്യം. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തീരത്തില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ നോക്കിക്കോളൂ, ഇനി എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് അറിയാവുന്ന കേസ് എന്താണ്? നമ്മുടെ 1653 കൂനൻകുരിശ് യുദ്ധമാണ് കേട്ടോ. കൂനൻകുരിശ് യുദ്ധം എന്ന് പറയുമ്പോഴത്തേന് ഓർത്തിരിക്കുക, സുറിയാനി ക്രിസ്ത്യൻസ് ഈ പറഞ്ഞ പോർച്ചുഗീസുകാരുടെ മതനയത്തിനെതിരെ നടത്തുന്നതാണ് എന്ത്? കൂനൻകുരിശ് യുദ്ധം. 1653 ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും നോക്കി. അതുപോലെ നമ്മൾ ഈ മിക്സ്ഡ് കോളനി പോളിസി എന്നൊരു സംഭവമുണ്ട്. ഈ പോർച്ചുഗീസുകാരുടെ ഇവിടെയുള്ള ഭരണം
കാരണമായ ഒരു സംഭവമാണ് ഈ മിക്സ്ഡ് കോളനി പോളിസി. അത് അൽബുക്കർക്ക് കൊണ്ടുവരുന്ന സംഭവമാണ് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. മിക്സ്ഡ് കോളനി പോളിസി ഇതാണ്. ഇവിടെയുള്ള സ്ത്രീകളെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പോർച്ചുഗീസുകാരുടെ കല്യാണം കഴിക്കുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ. അതാണ് ഈ മിക്സ്ഡ് കോളനി പോളിസി. അൽബുക്കർക്കാണ് കൊണ്ടുവരുന്ന ഓർത്തിരിക്കുകയാണ്. അപ്പൊ ഇത്രയുമെങ്കിലും ഇത് നമുക്കറിയാം ഗോതിക് ആർക്കിടെക്ചർ കൊണ്ടുവരുന്നതൊക്കെ ഇവർ തന്നെയാണ്. ഗോതിക് ആർക്കിടെക്ചർ എടുത്തിരിക്കുന്ന പോർച്ചുഗീസുകാരുടെ നിന്നാണ്. അപ്പൊ ഇത്രയെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇവിടെയുള്ള ഇവരുടെ കോളനീസ് ഏതൊക്കെയാണ് നമുക്കറിയാം. ഗോവയും തേമണ്ടിയും ആണ് ഇവിടെയുള്ള കോളനീസ് എന്ന് പറയുമ്പോഴത്തേക്കിന്. അപ്പൊ അത്രയെങ്കിലും ഇവരെ കുറിച്ച് ഓർത്തിരിക്കുക കേട്ടോ. നോക്കി ഈ അറൈവൽ ഓഫ് യൂറോപ്യൻസിനകത്ത് സെക്കൻഡ് സെക്ഷൻ ആണ് ഡച്ച് എന്നുള്ള സെക്ഷൻ. ഞാനത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ നോക്കി നമുക്കറിയാം 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫോർമേഷൻ 1602. 1604 പേര് കറക്റ്റ് നോക്കുക കേട്ടോ. അഡ്മിറൽ വാൻഡർ ഹേഗൻ. തെറ്റിക്കേട്ട് വാൻഡർ ഹേഗൻ ഉണ്ട്, ഒരു ഹൂൺസ് ഉണ്ട്, അങ്ങനെ 2-3 പേര് ഒരേപോലെ ഇരിക്കുന്നുണ്ട്. 1604 അഡ്മിറൽ വാൻഡർ ഹേഗൻ ആണ് ഇവിടെ വന്നിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നത്. അതാണ് ഈ പറഞ്ഞ ഡച്ചിന്റെ ആദ്യത്തെ വാണിജ്യ ട്രീറ്റി ആണെന്ത് ഈ പറഞ്ഞ അഡ്മിറൽ വാൻഡർ ഹേഗൻ സാമൂതിരിയുമായിട്ട് സൈൻ ചെയ്ത ട്രീറ്റി ആണെന്ത് ഡച്ചുകാരുടെ ഫസ്റ്റ് വാണിജ്യ ട്രീറ്റി എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം. അതുകൊണ്ട് 1658 ഇത് ആരാണ്? അഡ്മിറൽ വാൻഡർ ഹേഗൻ ആണ് ഫസ്റ്റ് വാണിജ്യ ട്രീറ്റി സൈൻ ചെയ്യുന്നത്. 1658 എന്തുണ്ട്? അഡ്മിറൽ വാൻ ബൂൺസ് ആണ് എന്തോ ചെയ്യുന്നത്, കൊല്ലം പിടിച്ചെടുക്കുന്നത്. നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ്. ഈ പറഞ്ഞ പോർച്ചുഗീസുകാരുടെ കയ്യിൽ സ്ഥലങ്ങളെല്ലാം ആര് പിടിച്ചെടുക്കും? ഡച്ചുകാരെ പിടിച്ചെടുക്കും കേട്ടോ. അങ്ങനെയാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് കുറെ സ്ഥലങ്ങൾ പോകുന്നുണ്ട്. ഈ പറഞ്ഞ കൊല്ലം, കൊച്ചി, കണ്ണൂർ എല്ലാം ആര് പിടിച്ചെടുക്കുന്നുണ്ട്? പോർച്ചുഗീസുകാരെ ഡച്ച് പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ ട്രീറ്റി ഒക്കെ ഈ പറഞ്ഞ സാമൂതിരിയുമായിട്ട് ഡച്ചുകാരെ സൈൻ ചെയ്യാനുള്ള കാരണം പറയുന്നത് എന്ത് തന്നെയാണ്? ഇവിടുന്ന് പോർച്ചുഗീസുകാരെ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ നോക്കി 1658 അഡ്മിറൽ വാൻ ബൂൺസ് ആണ് എന്തോ ചെയ്യുന്നത്, കൊല്ലം പിടിച്ചെടുക്കുന്നത്. തങ്കശ്ശേരി കോട്ടയാണ് കറക്റ്റ് പിടിച്ചെടുക്കുന്നത്. തങ്കശ്ശേരി കോട്ട കൊല്ലത്തൊന്ന് പിടിച്ചെടുക്കുന്നുണ്ട് എന്നാണ് 1658 നോക്കിയിരിക്കുക. ഇനി 1661 കുറച്ച് ചോദിച്ചിട്ടുള്ള കേട്ടോ. 1661 എന്തോ ചെയ്യുന്നത്, അഴീക്കോട് ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ഇതും ഈ പറഞ്ഞ ഡച്ചുകാരും നമ്മുടെ സാമൂതിരിയുമായിട്ട് സൈൻ ചെയ്യുന്നതാണ് 1661 അഴീക്കോട് ട്രീറ്റി നോക്കിയിരിക്കുക. ഇനി അതേ വർഷം തന്നെയാണ് ഇവർ എന്തോ ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫോർട്ട് മാനുവൽ പിടിച്ചെടുക്കുക. ആരാ ഫോർട്ട് മാനുവൽ പണിഞ്ഞ്? അൽബുക്കർക്കാണ് നമ്മുടെ പണിയുന്നത്. ആ അൽബുക്കർക്ക് പണിഞ്ഞ ഫോർട്ട് മാനുവൽ 1661 അഡ്മിറൽ വാൻഡർ മേഡൻ ആണ് പിടിച്ചെടുക്കുന്നത്. തെറ്റിക്കരുത്, അത് വാൻഡർ ഹേഗൻ ആണ്. ഇത് വാൻ ബൂൺസ് ആണ്. ഇത് വാൻഡർ മേഡൻ ആണ് കേട്ടോ. വാൻഡർ മേഡൻ ആണ് എന്തോ ചെയ്യുന്നത് നമ്മുടെ ഫോർട്ട് മാനുവൽ 1661. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് 1661 ഫോർട്ട് മാനുവൽ പിടിച്ചെടുക്കുന്നത് ആരാണ്? വാൻഡർ മേഡൻ ആണ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി തൊട്ടടുത്ത 1662 എന്തോ ചെയ്യുന്നത്, ഇവരെ കൊടുങ്ങല്ലൂർ പിടിക്കും. ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോർച്ചുഗീസുകാരുടെ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. 1662 ഇവർ കൊടുങ്ങല്ലൂർ പിടിക്കുന്നുണ്ട്. 1663 ഇവർ എന്ത് കറക്റ്റായിട്ട് കൊച്ചി പിടിക്കുന്നത്. നമ്മൾ പറഞ്ഞു 1661 ഇവർ എന്തോ ചെയ്യുന്നുണ്ട്, ഫോർട്ട് മാനുവൽ മാത്രം ക്യാപ്ചർ ചെയ്യും. ഇനിയും 2 വർഷം കഴിഞ്ഞ് 1663 ഈ പറഞ്ഞ കൊച്ചി ഡച്ചുകാരെ പിടിച്ചിരുന്നത്. ആ സമയത്ത് അവിടെ ഭരിച്ചിരുന്നത് ഗംഗാധര ലക്ഷ്മിയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അതിന്റെ ഹെഡായിട്ട്. ആ ഗംഗാധര ലക്ഷ്മിയെ റീപ്ലേസ് ചെയ്തിട്ട് ഇവന്മാർ എന്തോ ചെയ്യുന്നുണ്ട്, വീരകേരള വർമ്മ 5th പിടിച്ചിട്ട് കൊച്ചിയുടെ ഹെഡാക്കും. കാര്യം ഇത് വലിയ കഥയാണ്, ടെക്സ്റ്റ് വായിക്കുമ്പോൾ അറിയാം. ഇവരെന്ന് പറയുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിന്നവരെ തന്നെയാണ് ഇവർ പിടിച്ച് അവരുടെ ഹെഡായിട്ട് വിടുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഗംഗാധര ലക്ഷ്മി എന്ന് പറയുമ്പോൾ ഇവർക്ക് എതിരായിരുന്നു. അപ്പം അതുകൊണ്ടാണ് 1663 ഇവര് കൊച്ചി പിടിച്ചിട്ട് ഗംഗാധര ലക്ഷ്മിയെ ഡീത്രോൺ ചെയ്തിട്ട് വീരകേരള വർമ്മ 5th പിടിച്ചിട്ട് കൊച്ചിയുടെ രാജാവായിട്ട് വെക്കുന്നത് കേട്ടോ. ക്ലിയറിൽ തെറ്റിക്കതൊന്നും. 1661 എന്തോ ചെയ്തത് ഫോർട്ട് മാനുവൽ പിടിക്കുന്നത് ഓർത്തിരിക്കുക. അത് വാൻഡർ മേഡൻ ആണ്. 1662 കൊടുങ്ങല്ലൂർ പിടിക്കും. 1663 ഡേറ്റ് ഓർത്തില്ലെങ്കിലും ഈ പറഞ്ഞ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫോർട്ട് മാനുവൽ പിടിച്ച ഡേറ്റ് ഓർത്തിരിക്കുക കേട്ടോ. 1663 എന്തോ ചെയ്യുന്നത്, നമ്മുടെ വീരകേരള വർമ്മയെ പിടിച്ചിട്ട് കൊച്ചി ക്യാപ്ചർ ചെയ്തിട്ട് വീരകേരള വർമ്മ 5th പിടിച്ചിട്ട് അതിന്റെ ഹെഡായിട്ട് വെക്കുന്നത്. ഇനി അതേ വർഷം തന്നെ അവർ എന്തോ ചെയ്യുന്നുണ്ട്, സെയിന്റ് ഏഞ്ചല ഫോർട്ട്, കണ്ണൂരിലെ സെയിന്റ് ഏഞ്ചല ഫോർട്ട് ആരാ പണി? അൽമഡയാണ് ഇത് പണിഞ്ഞത്. അപ്പൊ അൽമഡ പണിഞ്ഞ 1663 പണിഞ്ഞ സെയിന്റ് ഏഞ്ചല ഫോർട്ട് ഇവർ പിടിച്ചെടുക്കുന്നത്. ക്ലിയർ? അപ്പൊ എന്തോ മനസ്സിലായി, ഈ പറഞ്ഞ പോർച്ചുഗീസുകാരുടെ കയ്യിരുന്ന കുറെ സ്ഥലങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഡച്ചുകാരെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ ചേറ്റുവ ഫോർട്ട് കേട്ടോ. ചേറ്റുവ ഫോർട്ട് എന്ന് പറഞ്ഞാൽ 1700 കൊളച്ചൽ യുദ്ധത്തിന്റെ ആ ഡേറ്റ് ജസ്റ്റ് ഒന്ന് അപ്പുറത്ത് മാറ്റിയിട്ടാൽ മതി. 1714 എന്താ 1714 ചേറ്റുവ ഫോർട്ട് ഡച്ചുകാർ പണിയുന്നത്. നമ്മൾ പറഞ്ഞു ആദ്യമൊക്കെ ഈ സാമൂതിരി ഇവരോട് നല്ല കമ്പനി ആയിരുന്നു. പക്ഷെ എന്തോ ചെയ്യുന്നുണ്ട്, ഈ ചേറ്റുവ ഫോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സാമൂതിരി ട്രസ്പാസിംഗ് തടയാൻ വേണ്ടിയിട്ട് ഇവർ പണിയുന്ന ഫോർട്ടാണ് ചേറ്റുവ ഫോർട്ട്. ചേറ്റുവ ഫോർട്ട് എന്താണ്, സാമൂതിരി ട്രസ്പാസിംഗ് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡച്ചുകാർ പണിയുന്ന ഒരു കോട്ടയാണ് ചേറ്റുവ ഫോർട്ട്. 1714 ഇതിനകത്ത് ഏറ്റവും ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് കുളച്ചൽ യുദ്ധം അല്ലേ.
കുളച്ചൽ യുദ്ധത്തിന്റെ ഡേറ്റ് ഇവിടെ പഠിക്കുക എന്നാണ്. 10 ഓഗസ്റ്റ് 1741 കുളച്ചൽ യുദ്ധം ഓർത്തിരിക്കുക. ഈ പറഞ്ഞ മാർത്താണ്ഡവർമ്മ ഡച്ചിനെ തോപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മാർത്താണ്ഡവർമ്മ ഡച്ചിനെ തോപ്പിക്കും. മാർത്താണ്ഡവർമ്മ പഠിക്കാനുള്ളതാണ് സെപ്പറേറ്റ്. രാജാക്കന്മാരുടെ കേസ് പഠിക്കാനുള്ളതാണ്. ഓർത്തിരിക്കുക 10 ഓഗസ്റ്റ് 1741 എന്തോ ചെയ്യുന്നത് കുളച്ചൽ യുദ്ധം ഓർത്തിരിക്കുക. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോപ്പിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യും? ഈ പറഞ്ഞിട്ടുള്ള മാർത്താണ്ഡവർമ്മ നമ്മുടെ ഡച്ചിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന ഡില്ലനോയെ പിടിച്ചിട്ട് വലിയ കപ്പിത്താൻ എന്നുള്ള പദവി കൊടുത്തിട്ട് ഇവിടെ നിർത്തിയിട്ട് ഇവിടെയുള്ള പട്ടാളക്കാരെ പരിശീലിപ്പിക്കാൻ നിർത്തും. അങ്ങനെ ഈ പറഞ്ഞ ഡില്ലനോയ്ക്ക് വേണ്ടി പണിഞ്ഞ ഒരു കോട്ടയാണ് എന്ത് ഉദയഗിരി കോട്ട. തെറ്റിക്കരുത്, തങ്കശ്ശേരി കോട്ട എന്ന് പറഞ്ഞാൽ കൊല്ലത്തുള്ളതാണ്. അത് ഇവർ പിടിച്ചെടുക്കുന്നതാണ്. ഈ ഉദയഗിരി കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡില്ലനോയ്ക്ക് വേണ്ടി പണിയുന്ന. ഡില്ലനോയ് ആരാണ്? എല്ലാവർക്കും വരെ തെറ്റിക്കരുത് ക്വസ്റ്റൻ കേട്ടോ. വലിയ കപ്പിത്താൻ വിളിക്കുന്ന ഡില്ലനോയാണ്. ഈ ഡില്ലനോയ് എന്ന് പറയുമ്പോൾ ഡച്ച് നമ്മുടെ നേവൽ ഫോഴ്സിന്റെ ഹെഡ് ആയിരുന്ന ആര്? ഈ പറഞ്ഞിട്ടുള്ള ഡില്ലനോയ് അല്ലെങ്കിൽ വലിയ കപ്പിത്താൻ എന്ന് പറയുന്ന പുള്ളി. ഉദയഗിരി കോട്ട എന്ന് പറയുന്ന സംഭവം എന്താണ്? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഡില്ലനോയ്ക്ക് വേണ്ടി പണിയുന്നതാണ്. അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ ഇത് ഈ പറഞ്ഞിട്ടുള്ള കുളച്ചൽ യുദ്ധം കഴിയുന്നതോടെ മാർത്താണ്ഡവർമ്മ വന്ന് കുറെ സ്ഥലങ്ങൾ അനക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആറ്റിങ്കൽ, നമ്മുടെ കായംകുളം, പുറക്കാട്, തെക്കുംകൂർ, വടക്കംകൂർ, അങ്ങനെയുള്ള കുറെ സ്ഥലം ഈ കുളച്ചൽ യുദ്ധം കഴിഞ്ഞിട്ട് മാർത്താണ്ഡവർമ്മ അനക്സ് ചെയ്യും. തെറ്റിക്കരുത്, ആറ്റിങ്കല്, നമ്മുടെ പുറക്കാട്, തെക്കുംകൂർ, വടക്കംകൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം എന്തോ ചെയ്യുന്നുണ്ട് നമ്മുടെ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധം കഴിയുമ്പോഴത്തേക്കിന് അനക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തെറ്റിക്കരുത്. ഇന്ന് നോക്കിക്കോളൂ, ഈ ലാസ്റ്റ് പോയിന്ന് ആലോചിച്ച് നോക്കി. ഈ ട്രീറ്റി ഓഫ് മാവേലിക്കര, ഈ മാവേലിക്കര ട്രീറ്റിയോടെയാണ് എന്തോ ചെയ്യുന്നത് ഡച്ചിന്റെ ഈ കേരളത്തിലുള്ള പരിപാടി നിൽക്കുന്നത്. അതെന്താണ്? 15 ഓഗസ്റ്റ് 1753 ട്രീറ്റി ഓഫ് മാവേലിക്കര എന്ന് പറഞ്ഞാൽ ഡച്ചുകാരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയും നിങ്ങളുടെ ഇന്റേണൽ അഫയേഴ്സിൽ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സൈൻ ചെയ്യുന്നതാണ് ട്രീറ്റി ഓഫ് മാവേലിക്കര. ഈ മാവേലിക്കര ട്രീറ്റി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡച്ചുകാരെ ഇന്ത്യയിൽ അവരുടെ ഇത് നശിച്ചു പോകുന്നത് ഈ പറഞ്ഞിട്ടുള്ള മാവേലിക്കര ട്രീറ്റി പ്രകാരമാണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ ഇത്രയും. അപ്പൊ ഇത് കറക്റ്റ് ഓർത്തിരിക്കുക. ട്രീറ്റി ഓഫ് മാവേലിക്കരയാണ് ഇവരെ എൻഡ് ചെയ്യുന്നത്. ഇനിയുള്ളത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കേരളരാമം. ഇതെന്താ സംഭവം? കേരളരാമം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കൂസിന്റെ മലയാളമാണ് കേരളരാമം കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നുള്ള ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്കിന്റെ മലയാളമാണ് ഈ കേരളരാമം എന്ന് പറഞ്ഞാല്. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കൂസ് ആരാണ്? അത് എഴുതിയിരിക്കുന്ന ആരാണ്? വാൻ റീഡ് ആണ്. ഈ പറഞ്ഞ വാൻ റീഡ് എന്ന് പറയുമ്പോൾ ഈ ഹോർത്തൂസ് മലബാറിക്കൂസിന് 12 വോളിയൂംസ് ഉണ്ട്. 12 വോളിയൂംസ് ആണ് ഇതിനുള്ള. 12 വോളിയൂംസ് ഉള്ള ബുക്കാണിത്. ഇത് ആംസ്റ്റർഡാമിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആംസ്റ്റർഡാമിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ലാറ്റിനിലാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് കേട്ടോ. ലാറ്റിൻ ആണ് ഇതിന്റെ ലാംഗ്വേജ്. ലാറ്റിനിലാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഈ പറഞ്ഞ ലാറ്റിൻ ലാംഗ്വേജിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മലയാളത്തോട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് KS മണിലാൽ ഒരാളാണ്. KS മണിലാൽ ഒരാളാണ് എന്തോ ചെയ്യുന്നത് ഈ പറഞ്ഞ ലാറ്റിൻ ലാംഗ്വേജിലായിരുന്ന ഈ ഒരു ബുക്കിനെ നമ്മുടെ മലയാളത്തോട് കൺവേർട്ട് ചെയ്യുന്നവരാണ് മണിലാൽ ഒരാളാണ്. ഇനിയും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ 12 വോളിയൂംസ് ഉണ്ട്. ആംസ്റ്റർഡാമിലാണ് പ്രിന്റ് ചെയ്യുന്നത്. ലാറ്റിനായിരുന്നു ഭാഷ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ ബുക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് പ്രിന്റ് ചെയ്തിരിക്കുന്ന വാക്ക് തെങ്ങെന്നുള്ളതും ലാസ്റ്റ് ആരെന്നുള്ള വാക്കുമാണ്. ഇനിയും ഈ പറഞ്ഞ വാൻവീഡിനെ ഹെൽപ്പ് ചെയ്ത കുറെ പേരുടെ പേരുണ്ട്. അതായത് എപ്പോഴും നമ്മുടെ ആൾക്കൊക്കെ അറിയാവുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഇട്ടി അച്യുത വൈദ്യൻ അല്ലേ? ഇട്ടി അച്യുതനെയാണ് എല്ലാവർക്കും അറിയാവുന്നത്. ഇട്ടി അച്യുതനെയാണ് പുള്ളി ഒരു വൈദ്യനാണ്. ഇട്ടി അച്യുത മാത്രമല്ല, രംഗഭട്ട്, വിനായകഭട്ട്, അപ്പുഭട്ട് ഇങ്ങനെ 3 പേരുണ്ട്. പിന്നെ ഒരു കാർമലൈറ്റ് പുരോഹിതനായ മാത്യു ഒരു പുള്ളിയുണ്ട്. അവരെല്ലാം ഈ പറഞ്ഞ വാൻവീഡിനെ ഹെൽപ്പ് ചെയ്ത ആളാണ്. ഈ പറഞ്ഞിട്ടുള്ള ഇട്ടി അച്യുതൻ മാത്രം ആൾ ജനറലി പറയാറുള്ളൂ. അപ്പൊ ഇട്ടി അച്യുതനുണ്ടെന്ന് ഓർത്തിരിക്കുക. രംഗഭട്ടുണ്ട്, വിനായകഭട്ടുണ്ട്, അപ്പുഭട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. അതുപോലെ കാർമലൈറ്റ് പുരോഹിതനായിരുന്ന മാത്യൂസും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും പേരാണ് ഈ പറഞ്ഞ വാൻവീഡിനെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിന്? ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് അല്ലെങ്കിൽ കേരളരാമം എന്നുള്ള ബുക്ക് എഴുതുന്നത്. അതായത് പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഓർത്തിരിക്കുക നമ്മുടെ ബോൾഗാട്ടി പാലസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ വിശ്രമ കേന്ദ്രം കേട്ടോ. വിശ്രമ കേന്ദ്രമാണ് ഈ പറഞ്ഞിട്ടുള്ള ബോൾഗാട്ടി പാലസ്. ബോൾഗാട്ടി പാലസ് ഡച്ചിന്റെയാണ്. അപ്പൊ അത്രയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡച്ചിനെ കുറിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? പിന്നെന്താണ് ലെന്തൻസ് എന്ന് വിളിക്കുന്ന ഇവരെ കേട്ടോ. ലെന്തക്ക വിളിക്കുന്ന ഇവരെയാണ് ഫസ്റ്റ് ഫോറിനേഴ്സ് ടു ലീവ് ഇന്ത്യ. അത് ഈ ഡച്ചുകാരാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും അറൈവൽ ഓഫ് യൂറോപ്യൻസിനകത്തുനിന്ന് ഇത് റിവിഷൻ ആണ് കേട്ടോ. അങ്ങനെ രീതിയിൽ അറിയാൻ പറയാൻ കാര്യം ഞാൻ ഈ ക്ലാസ് ഓൾറെഡി എടുത്താണ്. നമുക്ക് സർവേ ഓഫ് കേരള ഹിസ്റ്ററി വായിച്ചവർക്ക് ഇതൊന്നും കാണത്തില്ല. ഇത് മാത്രമൊന്നും അല്ല, അവർക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എന്തോ വേണം ചോദിക്കാം. കാരണം അത്ര മാത്രം ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ ഇത്രയും കാണിക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ഒരു സെക്ഷൻ എടുക്കാമേ. ആർട്ടി പഠിക്കുമ്പോൾ കറക്റ്റ് പഠിക്കുകയാണ്. ഞാൻ വളരെ കുറച്ച് പറഞ്ഞ കാര്യത്തൊക്കെ ഓൾറെഡി എടുത്തായതുകൊണ്ടാണ്. നോക്കി RTA ആക്ട് ഈ പറഞ്ഞിട്ടുള്ള ഇത് എപ്പം നിലവിൽ വന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇതെന്ന് പറയുമ്പോൾ ഇത് പാസ് ചെയ്ത ഡേറ്റ് പഠിക്കുന്നില്ല. പക്ഷേ ഈ
അത് കെയിം ഇൻ ടു ഫോഴ്സ് നിലവിലായ ഡേറ്റ് കറക്റ്റ് പഠിക്കണം. 12 ഒക്ടോബർ 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വരുന്നത്. കെയിം ഇൻ ടു ഫോഴ്സ് ആയ ഡേറ്റ് പഠിക്കുക. 12 ഒക്ടോബർ 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വരുന്നത്. നമുക്കറിയാം ഇത് വരാനുള്ള കാരണം ആരാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന. രാജസ്ഥാനിലുള്ള ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു അരുണ റോയിലേക്ക്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്നുള്ള ഓർഗനൈസേഷന്റെ വർക്ക് പ്രകാരമാണ് എന്ത് വരുന്നത് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള സംഭവം വരുന്നത് നോക്കിയിരിക്കുക കേട്ടോ. അരുണ റോയി ആണ് നോക്കിയിരിക്കുക, രാജസ്ഥാനുള്ളതാണ് നോക്കിയിരിക്കുന്നത്. ഇതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇച്ചിരി ഹെവി ആയിട്ടുള്ള ടോപ്പിക്കാണ്, കുറെ സാധനത്തുള്ളതാണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മാത്രം പറയാം. നോക്കി എത്ര സെക്ഷൻ ഒന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. എന്ന് പറയുമ്പോൾ ഈ സെക്ഷൻ 2ന്റെ ജയിക്കാത്താണ് എന്താണ് ഇൻഫർമേഷൻ ഉള്ള ഡെഫിനിഷൻ ഉള്ളത്. സെക്ഷൻ 2ന്റെ ജയിക്കാത്താണ് എന്താണ് ഡെഫിനിഷൻ, എന്താണ് ഇൻഫർമേഷൻ എന്നുള്ള ഡെഫിനിഷൻ കൊടുക്കുന്നത് എന്താണ് സെക്ഷൻ 2ന്റെ ജയിക്കാത്താണ്. ഇത് നോക്കിക്കോളൂ, ഇത് കറക്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഞാൻ നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇൻഫർമേഷൻ ഉള്ള കാര്യം നോക്കുക. അവിടുത്തെ റെക്കോർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉള്ളതാണ്. നമ്മുടെ ഡിജിറ്റൽ റെക്കോർഡ്സ് ഉണ്ട്, അതൊക്കെ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ആണ്. അതൊക്കെ കളക്ട് ചെയ്ത് ചെക്ക് ചെയ്യാനുള്ള ഇൻഫർമേഷൻ റൈറ്റ് നമുക്കുള്ളതാണ് കേട്ടോ, തെറ്റിക്കരുത്. ഇത് നോക്കിക്കോളൂ, ഇതിനകത്ത് സെക്ഷൻ 7 ആണ് എന്തിനു പറയുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 7 ആണ്. ഇത് എപ്പോഴും ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ ലൈഫ് ആൻഡ് ലിബർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ വിത്തിൻ 48 hours അവർ ഇൻഫർമേഷൻ തരേണ്ടതാണ്. തെറ്റിയത് ഒരു റെഗുലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ അത് 30 ദിവസത്തിലെ തരത്തുള്ളൂ. പക്ഷെ ലൈഫ് ആൻഡ് ലിബർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ചോദിച്ചാൽ വിത്തിൻ 48 hours അവരത് തരണം എന്നാണ്. ക്ലിയർ അല്ലേ? തെറ്റിക്കരുത്. നിങ്ങളിത് നമ്മളൊരു തേർഡ് പാർട്ടി വഴിയാണ് ചോദിച്ചെങ്കിൽ വിത്തിൻ 40 days ഇൻഫർമേഷൻ കൊടുക്കും. ഇനി അതല്ല നമ്മൾ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഇൻഫർമേഷൻ എൻക്വയറി ചെയ്തെങ്കിൽ എന്താണത് 35 days തന്നാൽ വരുന്നതാണ്. തെറ്റിക്കരുത്. ക്ലിയർ അല്ലേ? ഇനി പറയുമ്പോൾ സെക്ഷൻ 19 ഡ്യുവൽ അപ്പീലിംഗ് സിസ്റ്റം എന്നൊരു സംഭവം റൈറ്റ് ഇൻഫർമേഷൻ അകത്തുണ്ട്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് അപ്പീല് 30 ദിവസത്തിനുള്ളിൽ റിപ്ലൈ കൊടുക്കണം എന്നാണ്. ഇനി സെക്കൻഡ് അപ്പീൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് അപ്പീൽ കൊടുത്ത് വിത്തിൻ 90 days റിപ്ലൈ കൊടുക്കണം എന്നാണ്. ജസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ഓർത്തിരിക്കുക. 12 ഒക്ടോബർ 2005 റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് നിലവിൽ വരുന്നത് എന്നാണ് ഓർത്തിരിക്കുക. സെക്ഷൻ 2ന്റെ ജയിലാണ് എന്താണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 7 അകത്ത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിനെ കുറിച്ച് പറയുന്നത്. അത് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ആൻഡ് ലിബർട്ടി റിലേറ്റഡ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ ആണ് ചോദിക്കുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് വിത്തിൻ 48 hours അതിന് ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. അതല്ല നിങ്ങൾ ഒരു നോവൽ ഇൻഫർമേഷൻ ആണെങ്കിൽ വിത്തിൻ 30 days ആണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് നമ്മൾ തേർഡ് പാർട്ടി വഴിയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഇൻക്വയറി ചെയ്യുന്നെങ്കിൽ വിത്തിൻ 40 ദിവസത്തിൽ കൊടുത്താൽ മതി. അതല്ല നമ്മളിപ്പം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിനെല്ലാം കൊടുക്കുന്നെങ്കിൽ എന്താണ് വിത്തിൻ 35 days അവർ ഇൻഫർമേഷൻ തരുന്നതാണ്. ഇനി സെക്ഷൻ 9 എന്താണ് ഡ്യുവൽ അപ്പീലിംഗ് സിസ്റ്റം ആണ് ഉള്ളത്. അപ്പൊ ഡ്യുവൽ അപ്പീൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അപ്പീൽ കൊടുത്തിട്ട് വിത്തിൻ 30 days ഇൻഫർമേഷൻ തരണം. അതല്ല സെക്കൻഡ് അപ്പീലിന് പോയാൽ വിത്തിൻ 90 days നിങ്ങൾ അപ്പീൽ കൊടുത്ത് വിത്തിൻ 90 days ഇൻഫർമേഷൻ തരണം എന്നാണ് കേട്ടോ, തെറ്റിക്കരുത്. ഇനി പറയുമ്പോഴത്തേക്കും സെക്ഷൻ 24 എന്ത് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന അറൌണ്ട് 25 ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ഇൻഫർമേഷനെ എക്സ്ക്ലൂഡ് ആണ്. നമ്മൾ പറഞ്ഞാണ് ഒന്ന് പറയുന്നത് നാർക്കോട്ടിക് ബ്യൂറോ ഇതിനകത്ത് വരുന്നതല്ല. DRDO ചില റിസർച്ച് വിങ് ഒന്നും ഈ സെൻട്രൽ ഗവൺമെന്റ് റിസർച്ച് വിങ് ഒന്നും നമ്മൾ ഈ പറയുന്ന ആർട്ടിൽ അണ്ടറിൽ വരുന്നതല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ആസാ റൈഫിൾസ് പിന്നെന്താണ് നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് അതുപോലെ BSF അതൊന്നും ഇതിനടി വരത്തില്ല. അപ്പൊ 26 സെക്ഷൻ 24 ആണെന്ന് പറഞ്ഞാൽ 26 ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സ്ക്ലൂഡ് ആക്കിയിട്ടുള്ള 26 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 24 കേൾക്കുമ്പോൾ തന്നെ അറിയാത്ത വരുമോ ഇല്ല കേട്ടോ. നമ്മൾ പറഞ്ഞ നാർക്കോട്ടിക് ബ്യൂറോ വരത്തില്ല, നമ്മുടെ റിസർച്ച് വിങ് ഒന്നും വരത്തില്ല. നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളും ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ വരുന്നവരോട് ഒരു ഇൻഫർമേഷൻ കിട്ടത്തില്ലേ. അപ്പോൾ ഓർത്തിരിക്കുക. ഇതാണ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ റൈറ്റ് ഇൻഫർമേഷൻ 2005 അമെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2013 റൈറ്റ് ഇൻഫർമേഷൻ അമെൻമെന്റ് ബില്ല് 2013 അത് റൈറ്റ് ഇൻഫർമേഷൻ അമെൻമെന്റ് ആക്ട് 2019 കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ 2019 അമെൻമെന്റ് ആക്ട് RTA അമെൻമെന്റ് 2019 പ്രകാരം ഇവരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ സെൻട്രൽ ഇൻഫർമേഷൻ ഓഫീസറിന്റെയും സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറിന്റെയും ഡ്യൂറേഷൻ 3 years ആയിട്ട് കുറയ്ക്കുക. അതാണ് അതിനകത്ത് ചേഞ്ച് വരുന്നത് കേട്ടോ. സെക്ഷൻ അതിനകത്ത് ചേഞ്ച് പറയുമ്പോൾ എന്താണ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിന്റെ ടെനർ 5 years 3 years ആയിട്ട് റെഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള അമെൻമെന്റ് ബില്ല് പ്രകാരം വന്നിട്ടുള്ള ഒരു ചേഞ്ച് കേട്ടോ. ഇന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ ഇത്ര പിടിമുതൽ ഒന്നും വിചാരിക്കുന്ന കാര്യം ഓൾറെഡി എടുത്താണ്. നോക്കണം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഫോർമേഷൻ ഓഫ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 12 നമ്മുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനകത്ത് ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസറും എന്താണ് 8 പേര് മാക്സിമം വരാം. അഡീഷണൽ 1+8 ആണ്. 8 എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ആണ് കേട്ടോ. ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ നിങ്ങൾ RTAയുടെ ആ ഒരു ആർട്ടിക്കിൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊക്കെ അറിയാം. ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസറും എന്താണ് അതർ മെമ്പേഴ്സ് വേറെ കമ്മീഷണേഴ്സ് നോട്ട് എക്സീഡിങ് 8 ആണ് കേട്ടോ. അപ്പൊ ഓർത്തിരിക്കുക
അതാണ് ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ ഒരു സ്ട്രക്ചർ. 1+8 എന്നുള്ളതാണ് സ്ട്രക്ചർ നോക്കിയിരിക്കുക കേട്ടോ, തെറ്റിക്കരുത്. അപ്പൊ അതുപോലെ തന്നെ അറിയാം ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനൊക്കെ ഹയർ ചെയ്യുന്നതും ഫയർ ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് ആണ്. റെസിഗ്നേഷൻ കൊടുക്കേണ്ടതും ആർക്ക് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. പക്ഷെ ഓർത്തിരിക്കുക, ഒരു സെർച്ച് കമ്മിറ്റിന് ഒരു സംഭവം ഉണ്ട്. ഇവരെന്താ ചെയ്യുന്ന അറിയോ? ഇവരാണ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞില്ല, ഈ പറഞ്ഞിട്ടുള്ള കമ്മീഷണേഴ്സ് ഉണ്ട് അഡീഷണൽ വരുന്നത്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലാതെ കമ്മീഷണേഴ്സ് വരില്ല അഡീഷണൽ. അപ്പൊ അവരെ ചൂസ് ചെയ്യുന്നത് ആക്ച്വലി ഈ പറഞ്ഞ സെർച്ച് കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ്. എന്താ പറയുക, പ്രൈം മിനിസ്റ്റർ ആണ് നമ്മുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആണെങ്കിൽ, അവിടെ സെർച്ച് കമ്മിറ്റി ആണെങ്കിൽ ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എന്ത് ഈ പറഞ്ഞ സെർച്ച് കമ്മിറ്റിയുടെ ഹെഡായിട്ട് വരുന്നത്. അപ്പൊ പ്രൈം മിനിസ്റ്റർ വരും, അതുപോലെ തന്നെ ലോകസഭയിലെ ഒപ്പോസിംഗ് അറിയാം, ലോകസഭയിലെ ഒപ്പോസിംഗ് പാർട്ടിയുടെ ഹെഡ് വരും, അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും ചേർന്നാണ് ഈ സെർച്ച് കമ്മിറ്റി. അപ്പൊ അവരാണ് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രസിഡന്റിനോട് പറയും ഹയർ ചെയ്തോളാണ്, തെറ്റിക്കരുത്. അപ്പൊ ഇതെല്ലാം പറയാൻ അതൊക്കെ തീരത്തില്ല. അപ്പൊ അതുപോലെ എന്താണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്. ആ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ അകത്ത് പറയുമ്പോൾ ആരായിരിക്കും ഹയർ ചെയ്യുന്നത്? പ്രസിഡന്റ് ഇക്വലിന് ഗവർണറാണ്. അപ്പൊ ഗവർണറാണ് ഹയർ ചെയ്യുന്നത് ഓർത്തിരിക്കുക, ഫയർ ചെയ്യുന്ന ഗവർണറാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ പക്ഷെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സെർച്ച് കമ്മിറ്റിക്കകത്ത് നമ്മുടെ ചീഫ് മിനിസ്റ്ററും അതുപോലെ തന്നെ നിയമസഭയിലെ ഒപ്പോസിംഗ് പാർട്ടിയുടെ ഹെഡും അവിടെയുള്ള ഒരു മെമ്പർ കൂടെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. നമ്മുടെ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഓർത്തിരിക്കുക കേട്ടോ, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത്രയും കാര്യങ്ങളും ഓർത്തിരിക്കുക ഇവരെ കുറിച്ചിട്ട്. ഇനി ഈ പറഞ്ഞിട്ടുള്ള 2002 ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ ഒരു സാധനമുണ്ട്. ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2022 പ്രകാരം നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല കേട്ടോ, തെറ്റിക്കരുത്. എന്താണ് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ ഇൻഫർമേഷൻ 2022 പ്രകാരം ഈ റൈറ്റ് ഇൻഫർമേഷൻ ആകുന്ന ഒരു ചേഞ്ച് ആണ്. ഓർത്തിരിക്കുക എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് എംപ്ലോയീസിന്റെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ ഒക്കത്തില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഹയസ്റ്റ് അപ്പീലിംഗ് ബോഡിയാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീലിംഗ് ബോഡി, ഇന്ത്യയിലെ ഹയസ്റ്റ് അപ്പീലിംഗ് ബോഡി ഏതാണ്? ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആണ് നോക്കിയിരിക്കുക. ഇനി എന്ന് പറയുമ്പോഴത്തേക്കിന് തെറ്റിക്കരുത്, ഈ പറഞ്ഞ രാജ് നരേൻ വിസ് സ്റ്റേറ്റ് ഓഫ് യു പി കേസ് 1976 രാജ് നരേൻ വിസ് സ്റ്റേറ്റ് ഓഫ് യു പി കേസ് പ്രകാരം, ഇതിന്റെ വിധി പ്രകാരമാണ് എന്ത് വന്നത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ടു ഇൻഫർമേഷനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ കാരണം ഈ പറഞ്ഞ രാജ് നരേൻ വിസ് സ്റ്റേറ്റ് ഓഫ് യു പി കേസ് കാരണമാണ്. കേസസ് ഒരു സെപ്പറേറ്റ് പഠിക്കാണ്, കുറെ കേസ് പഠിക്കാനുള്ളതാണ്. ഓർത്തിരിക്കുക, ഈ പറഞ്ഞ രാജ് നരേൻ വിസ് സ്റ്റേറ്റ് ഓഫ് യു പി കേസ് പ്രകാരമാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ 1976 ഈ കേസ് പ്രകാരമാണ് ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ഉള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ റൈറ്റ് ഇൻഫർമേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. എക്സ്ക്ലൂഡ് ആക്ടിന് 24 26 ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സ്ക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ പ്രസിഡന്റിന്റെ ഓഫീസ്, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസ്, സുപ്രീം കോടതി, ഹൈക്കോടതി, ISRO, ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, നമ്മുടെ നേവി, എയർഫോഴ്സ്, ആർമി, അവരെല്ലാം ഈ പറഞ്ഞിട്ടുള്ള RRTയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. അവരുടെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ റിസർച്ച് വിങ് കിട്ടില്ല കേട്ടോ. DRDO റിസർച്ച് വിങ് ആയതുകൊണ്ടാണ്, ഡിഫൻസ് സെന്ററിൽ വരുന്നതുകൊണ്ടാണ് എന്ത് കിട്ടാത്ത ഈ പറഞ്ഞിട്ടുള്ള DRDO എക്സ്ക്ലൂഡ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യമെങ്കിലും RRTയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ റിവിഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയും സ്പീഡിൽ പറഞ്ഞാലേ തീരത്തുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഓരോ സബ്ജക്റ്റ് ഞാൻ 1 മണിക്കൂർ വെച്ചെടുത്ത് 7 മണിക്കൂറായിരിക്കും, അതുകൊണ്ട് തീരില്ല കേട്ടോ. അപ്പൊ ഇത്രയാണ് RTയെ കുറിച്ചിട്ടുള്ളത്. നോക്കി എന്ന് പറയുമ്പോൾ അമേരിക്കൻ റെവല്യൂഷൻ ഒരു സെക്ഷനാണ്. ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല, ക്വസ്റ്റ്യൻ ചോദിച്ച് മാത്രം പോകാൻ. വളരെ കുഞ്ഞു ടോപ്പിക്കാണ് അമേരിക്കൻ റെവല്യൂഷൻ. അത് ജസ്റ്റ് നോക്കി ഈ പറഞ്ഞിട്ടുള്ള തീർത്ഥാടന പിതാക്കൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പിൽഗ്രിം ഫാദേഴ്സ് എന്നുള്ള ആൾക്കാർ ആരാണ്? തന്നെ ആലോചിക്കുക ആരാന്ന്. അതാരാണ്? ഇംഗ്ലണ്ടിൽ നിന്ന് ഈ മതത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായിട്ട് നോർത്ത് അമേരിക്കയിലോട്ട് വരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞിട്ടുള്ള പിൽഗ്രിം ഫാദേഴ്സ് എന്ന് വിളിക്കുന്നത്. അവർ മെയ് ഫ്ലവർ എന്നുള്ള കപ്പലിലാണ് വരുന്നത്. എല്ലാം ഓർത്തിരിക്കുക, മെയ് ഫ്ലവർ എന്നാണ് കപ്പലിന്റെ പേര് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇവരിവിടെ വന്നിട്ട് 13 കോളനി സ്ഥാപിക്കുന്നുണ്ട്. 13 കോളനിയാണ് ഈ പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരെ നോർത്ത് അമേരിക്കയിൽ നിന്ന് സ്ഥാപിക്കുന്നത് ഓർത്തിരിക്കുക. അങ്ങനെ ഇവർ കൊണ്ടുവരുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് മെർക്കന്റിലിസ്റ്റ് എന്ന് പറയുന്നത്. മെർക്കന്റിലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെർക്കന്റിലിസ്റ്റ് അല്ലെങ്കിൽ മെർക്കന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മെർച്ചന്റ് ലിസ്റ്റ് എന്നാണ്. എന്ന് വെച്ചാൽ അത് കറക്റ്റ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ പഠിക്കുക. പറഞ്ഞിട്ടുള്ള ഒരു ട്രേഡഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ചെയ്തൊരു റൂളാണ് മെർക്കന്റിലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഈ കോളനിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗർ, കോട്ടൺ, വൂള് ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിന് UK മാത്രമേ എക്സ്പോർട്ട് ചെയ്യാവുന്നുള്ളതാണ് ഫസ്റ്റ് നിയമം എന്ന് പറയുമ്പോഴത്തേക്കിന്. സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടീ, ഗ്ലാസ്, പേപ്പർ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിന് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ ഇതിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണെന്ന് പറയുന്നത് ഈ പറഞ്ഞ മെർക്കന്റിലിസ്റ്റിലാണ് കേട്ടോ. മെർക്കന്റിലിസ്റ്റാണ് ഇതെല്ലാം പറയുന്നത് നോക്കിയിരിക്കുക. ഇത് ടെക്സ്റ്റ് അതിൽ കൂടുതൽ പോയിട്ടുണ്ട്. SSCRT ടെക്സ്റ്റ് ബുക്ക് കറക്റ്റ് വരാനായിട്ട് അപ്പോൾ സ്റ്റേറ്റ് മെമ്പേഴ്സിനാണ് ചോദിക്കാം. അപ്പോൾ അത് ഓർത്തിരിക്കുക, ഇതാണ് സംഭവം. ഇനിയാണ് ഈ പറഞ്ഞ ബോസ്റ്റൺ ടീ പാർട്ടി പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് സംഭവമാണ്. ഓർത്തിരിക്കുക, ഈ പറഞ്ഞ 16 ഡിസംബർ 1773 ഈ പറഞ്ഞിട്ടുള്ള ബോസ്റ്റൺ ടീ പാർട്ടി ഒരു 342 ടീയുടെ പെട്ടി എടുത്താണ് വെള്ളത്തിലിടുന്നത്. ഓർത്തിരിക്കുക കേട്ടോ, 342 ടീയുടെ പെട്ടി എടുത്താണ് വെള്ളത്തിലിടുന്നത്.
16 ഡിസംബർ 1773 ആണ് ബോസ്റ്റൺ ടീ പാർട്ടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി നോക്കണം, ഇനി പറയുമ്പോഴത്തേക്കിന് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ ആരാണ്? ആ പുള്ളിയുടെ പേരെന്താ? ടെക്സ്റ്റിലുണ്ടല്ല. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? ഓർമ്മയുണ്ടോ നോക്കുക. ആരാണ്? ജെയിംസ് ഓട്ടിസ് കേട്ടോ. ജെയിംസ് ഓട്ടിസ് എന്നുള്ള ആളാണ് കേട്ടോ. ജെയിംസ് ഓട്ടിസ് ആണ് ഈ പറഞ്ഞത് നോ ടാക്സേഷൻ വിത്തൗട്ട്, പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ഇല്ല. ജെയിംസ് ഓട്ടിസ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ജെയിംസ് ഓട്ടിസ് ആണ്. തോമസ് പെയിനാണ്. തോമസ് പെയിൻ പുള്ളിയാ പറയുന്നത് എന്ത്? കുറെ കാലം ഒരു വിദേശ ശക്തിക്ക് ഇവിടെ പിടിച്ചു വെക്കാന്ന് വിചാരിക്കണ്ട എന്ന് പറയുന്നത് തോമസ് പെയിൻ ആണ്. ഇനി ഓർത്തിരിക്കുക, ഇനി പറയുന്നത് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസും സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസും ആണ്. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ വർഷം ഈ പറഞ്ഞ ബോസ്റ്റൺ ടീ പാർട്ടി ഞാൻ തൊട്ടടുത്താണ് 1774 ഫിലാഡൽഫിയയിലാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അവർ മീറ്റ് ചെയ്യുന്നത്. ഇതിനകത്തുനിന്ന് ജോർജിയ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ജോർജിയ എന്ന് പറയുന്ന ഒരു കോളനിയാണ്. ജോർജിയ ഇപ്പം കോളനി അല്ല, ജോർജിയ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. തൊട്ടടുത്താണ് 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് വരും. അവിടെയാണ് ഇവരെ പിടിച്ച് നമ്മുടെ ജോർജ് വാഷിംഗ്ടന്റെ ഹെഡ് ആകുന്നത്. ഇതൊക്കെ ഓൾറെഡി അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇനിയും 4th ജൂലൈ 1776 അമേരിക്ക ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യണം എന്നാണ്. 4th ജൂലൈ 1776 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എഴുതി തയ്യാറാക്കുന്ന ആരാണ്? ജെഫേഴ്സണും ഫ്രാങ്ക്ലിനും ആട്ടോ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണുമാണ് ഈ പറഞ്ഞ അമേരിക്കയുടെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രിപ്പയർ ചെയ്ത ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണുമാണ് ഓർത്തിരിക്കുക. എന്നാണ് ഡിക്ലെയർ ചെയ്യുന്നത്? 4th ജൂലൈ 1776 ആണ് അമേരിക്ക അവരുടെ ഇൻഡിപെൻഡൻസ് ചെയ്യുന്നത്. 4th ജൂലൈ ആണ്. 1776 ആണ് അവർ എന്ത് ചെയ്യുന്നത്? അവർ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുന്ന ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? ഇനി 1781 ഈ പറഞ്ഞ സിവിൽ വാർ എൻഡ് ചെയ്യുന്നത്. അമേരിക്കൻ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എൻഡ് ചെയ്യുന്നത് 1781 പക്ഷേ ഒഫീഷ്യലി ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ നിന്ന് അമേരിക്ക ഫ്രീ ആണ് 1783 പാരീസ് ട്രീറ്റി പ്രകാരമാണ് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള എന്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മുടെ അമേരിക്ക എനിക്ക് ഫാസ്റ്റായിട്ട് പറയാനുള്ള പ്രൊവിഷൻ ഉള്ള തീരത്തില്ല, അതുകൊണ്ടാണ് 1783 ഓർത്തിരിക്കുക. ഇത്രയും അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മളിതൊക്കെ പറഞ്ഞു വെച്ചിട്ടുമ്പോൾ അല്ലേ, മട്ടാഞ്ചേരി പാലസ് ആർക്ക് വേണ്ടിയാണ് പണിയുന്നത്? തനതാന പറഞ്ഞത് വീര കേരള വർമ്മയ്ക്ക് വേണ്ടിയാണ് എന്തോ ചെയ്യുന്നത്. നമ്മുടെ മട്ടാഞ്ചേരി പാലസ് പണിയെന്ന് ഓർത്തിരിക്കുക. ചാലേ ഫോർട്ട് ആരാ പണിയുന്നത്? ഞൊടി കുൻഹയാണ് എന്ത് ചാലേ ഫോർട്ട് പണിയിരിക്കുന്നത് അല്ലേ. ഫോർട്ട് മാൻ പറയുന്നത് അൽബുക്കർക്ക് തന്നെയാണ് കേട്ടോ. നമുക്കറിയാം ഈ പറഞ്ഞ സെയിന്റ് ഏഞ്ചലോ ഫോർട്ട് എന്ന് പറയുമ്പോഴത്തേന് അൽമിരയാണ്. കറക്റ്റ് ആണ് ഈ സംഭവം. പുതുപ്പന ഫോർട്ട് ആണ് എന്ത്? പട്ടുമരയ്ക്കാർ. ഞാൻ ഇത് പറഞ്ഞിട്ടില്ല, ഈ പട്ടുമരയ്ക്കാർ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു, ബാക്കി നമ്മൾ പറഞ്ഞു. അപ്പോൾ ചാലൻ ഫോർട്ട് ഞൊടി കുൻഹയാണ്. ഫോർട്ട് മാനുവൽ എന്ന് പറയുമ്പോൾ അൽബുക്കർക്കാണ്. ഏഞ്ചലോ ഫോർട്ട് എന്ന് പറയുമ്പോൾ കണ്ണൂരിലുള്ളത് നമ്മുടെ അൽമിഡയാണ്. പുതുപ്പണ ഫോർട്ട് എന്ന് പറയുന്നത് പട്ടുമരക്കാരുടെയാണ് നോക്കിയാണ്. ഇതിന്റെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ കറക്റ്റ്ലി മാച്ച് ചെയ്താണ് ക്വസ്റ്റൻ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫോർട്ട് മാനുവലും നമ്മുടെ ഏഞ്ചൽ ഓഫ് ഫോർട്ടും കറക്റ്റ് ആയിരുന്നു കേട്ടോ. സാമൂതിരി ഇഷ്യൂ ചെയ്ത കോയിന്റെ പേരെന്തായിരുന്നു? വീരരായൻ പുതിയ പണം. ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ, വീരരായൻ പുതിയ പണം എന്നാണ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, അത് ഏതൊക്കെ കറക്റ്റ് ആണെന്നാണ് ക്വസ്റ്റൻ നോക്കി. ഈ പറഞ്ഞിട്ടുള്ള ഈ സാമൂതിരിയുടെ പേരാണ് കേട്ടോ മാനവിക്രമം എന്ന് പറയും. മാനവിക്രമം എന്ന് പറഞ്ഞാൽ സാമൂതിരിയുടെ പേരാണ്. ഈ മാനവിക്രമം എന്നുള്ള സാമൂതിരിയുടെ കോർട്ടിൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരുന്ന ആരാണ്? പൂനം നമ്പൂതിരിമാരായിരുന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഇത് നമ്മുടെ സർവേ ഓഫ് കേരള ഹിസ്റ്ററിക്കകത്തുള്ളത് കേട്ടോ. സ്റ്റേറ്റ് ആണ്. 18 റോയൽ പോയറ്റ്സ് വെർ നോൺ ആസ് എന്താണ്? 18 കവികൾ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞിട്ടുള്ള റോയൽ പോയറ്റ്സിനെയാണ്. മാനവിക്രമം ഈ സാമൂതിരി തന്നെയാണ് കൃഷ്ണഗീതി എഴുതിയിട്ടുള്ളത്. തെറ്റാണ്, ഇത് തെറ്റാണ്. ഈ പറഞ്ഞിട്ടുള്ള കൃഷ്ണഗീതി എഴുതിക്കുന്ന മാനവിക്രമയല്ല കേട്ടോ. വേദ എന്നൊരാളുണ്ട്, മാനവേദ എന്നൊരാളുണ്ട്. മാനവേദ എന്നുള്ള ആളാണ് എന്ത് എഴുതിക്കുന്നത്? നമ്മുടെ കൃഷ്ണഗീതി എഴുതിക്കുന്ന ആരാണ്? മാനവേദ എന്നുള്ള സാമൂതിരിയാണ്. 1ഉം 2ഉം കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഈ ചവിട്ടുനാടകമൊക്കെ ഇവർ ഇപ്പം പിന്നെ ചോദിക്കാൻ തുടങ്ങിയാണ്. കുറേ നാട് ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ ചവിട്ടുനാടകത്തിൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ. നോക്കി നമ്മുടെ ടെക്സ്റ്റ് അതുകൊണ്ട് ചവിട്ടുനാടകത്തെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത്. നോക്കി ഈ പറഞ്ഞ സംഭവം ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റൻ. നോക്കി നമുക്കറിയാം പോർച്ചുഗീസായിട്ട് കൊണ്ടുവന്ന സംഭവമാണ് ചവിട്ടുനാടകം എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞിട്ടുള്ള നമുക്കറിയാം ചർച്ചിന് അണ്ടറിൽ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. ഒരു തിയേറ്ററിക്കൽ ആർട്ടാണ് നമ്മുടെ ചവിട്ടുനാടകം. അത് കറക്റ്റ് ആണ് കേട്ടോ. ബിബിളിക്കൽ തീമിൽ തന്നെയാണ് ഈ സംഭവം കൊണ്ടുവന്നത്. ഏറ്റുമാനല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ മട്ടാഞ്ചേരിയിലൊക്കെയാണ്. മട്ടാഞ്ചേരി നമ്മൾ ഈ ഫസ്റ്റ് ചവിട്ടുനാടകമൊക്കെ എഴുതിക്കുന്ന ആളാണ് മട്ടാഞ്ചേരിയിലുള്ള ഒരാളാണ്. അപ്പം മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഒരു സ്ഥലത്താണ് ഈ പറഞ്ഞിട്ടുള്ള ചവിട്ടുനാടകം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. വേദനായകം പിള്ള എന്നുള്ള ആളാണ് ഇതിന്റെ നല്ല കോൺട്രിബ്യൂഷൻ. ഇത് കറക്റ്റ് ആണ്. ഇത് 3ഉം ശരിയാണ്. ഈ പറഞ്ഞതിന്റെ ഡെബ്യൂ ഏറ്റുമാനൂരല്ല, നമ്മുടെ മട്ടാഞ്ചേരിയിൽ ഒരു സെക്ഷനാണ് ഈ പറഞ്ഞ. അത് നമുക്ക് അറിയാവുന്നതാണ്. എന്താണിത്? തൂഫത്തുൽ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സൈനുദ്ദീന്റെ ബുക്കാണ്. ഈ പറഞ്ഞിട്ടുള്ള ബിജാപൂർ സുൽത്താൻ തന്നെയാണ് ഈ പുള്ളി ബുക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ എന്താണ് അൽബൂക്കർക്ക്, നമുക്കറിയാം അൽബൂക്കർക്കാണ് നമ്മുടെ ഇവിടുത്തെ ക്യാപിറ്റൽ ഗോവയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നല്ലേ. അപ്പോൾ ആ ബിജാപൂറുള്ള സുൽത്താൻ ആയിരുന്നു ഗോവ ഭരിച്ചുകൊണ്ടിരുന്നത്. അവരെ തോപ്പിച്ചിട്ടാണ് അൽബൂക്കർ അങ്ങോട്ട് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിജാപൂർ സുൽത്താൻ തന്നെയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ തൂഫത്തുൽ മുജാഹിദ് എന്നുള്ള ബുക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. കൂനൻകുരിശ് യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നോക്കി അത് സ്റ്റേറ്റ്മെന്റ് നോക്കുക. സിറിയൻ ക്രിസ്ത്യൻസ് എടുത്തിട്ടുള്ള ഒരു ഓത്താണ്
ഈ പറഞ്ഞിട്ടുള്ള കറക്റ്റാണ്. സിറിയൻ ക്രിസ്ത്യാനിസ് പോർച്ചുഗീസുകാർക്കെതിരെ എടുത്തിട്ടുള്ളൊരു സംഭവമാണ് കൂനൻകുരിശ് എന്നുള്ള സംഭവം. നമുക്കറിയാം 1653 കൂനൻകുരിശ് ചെയ്തത്. രണ്ടും എന്തായാലും കറക്റ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഈ ഓത്ത് എടുത്തതിന് ശേഷം ഈ സിറിയൻ ക്രിസ്ത്യൻസ് ജെസ്യൂട്ട്സുമായിട്ട് എഗ്രി ചെയ്യുന്നതാണ് സംഭവം. തെറ്റാണ്, അങ്ങനെ ഒരു എഗ്രിമെന്റ് വന്നിട്ടില്ല. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇവർ ഈ ഓത്ത് എടുത്തതിന് ശേഷം ചില സിറിയൻ ചർച്ചസിലെ ലാറ്റിൻ ലിറ്റ്യൂട്ടറി റീഡ് ചെയ്തു എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. തെറ്റാണ്. ഇതെല്ലാ ടെക്സ്റ്റ് അതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എയും ഡിയും കറക്റ്റ് ആണ് കേട്ടോ. ഇതാണ് ഈ പറഞ്ഞതിനകത്ത് എയും ഡിയും കറക്റ്റ് ആണ്. ഈ മാമാങ്കത്തിന് അന്ത്യത്തിന് കാരണം എന്താണ്? ഹൈദരലി ആക്രമിക്കുന്നതാണ് മാമാങ്കത്തിന് അന്ത്യത്തിന് കാരണം കേട്ടോ. ഹൈദരലി കേരളം ആക്രമിക്കുന്നതാണ് മാമാങ്കം എൻഡ് ചെയ്യാനുള്ള റീസൺ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, എത്ര പ്രഷർ ബെൽറ്റ് ആണ് എർത്തിനുള്ളതെന്നാണ് ഈ ക്വസ്റ്റ്യൻ. എത്രണ്ണം ഉണ്ട്? 3, 4, 7. 7 ഇല്ലയോ? ഒന്ന് ഓർത്തിരിക്കുക എന്തൊക്കെയാണെന്ന് തന്നെത്താനെ പറഞ്ഞു നോക്കുക. നമ്മളിപ്പോൾ പറഞ്ഞാണ് ഒരു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഉണ്ട്, പിന്നെ സബ് ട്രോപ്പിക്കൽ ഹൈ ഉണ്ട്, സബ് പോളാർ ലോ ഉണ്ട്, പിന്നെ പോളാർ ഹൈ പ്രഷർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നോർത്തും സൗത്തിലും വരുന്ന ടോട്ടൽ 7 പ്രഷർ ബെൽറ്റ് ആണ് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ ആൻസർ പറയാം. അപ്പോൾ നോക്കി, നമുക്കറിയാം ഈ പറഞ്ഞ ഡോൾഡ്രംസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞാണെന്ത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനാണ് നമ്മൾ ഈ ഡോൾഡ്രംസ് എന്ന് പറയുന്നത് അല്ലേ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോൾഡ്രംസ് എന്ന് വിളിക്കുന്നത്. അറിയാവുന്ന കറക്റ്റ് നോക്കിപ്പം. ഇനിയും ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഏതാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ് എന്ത്? നമ്മുടെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അല്ലേ. ഇനി നോക്കിക്കോളൂ, ഇനിയുള്ളതെന്ന് പറയാൻ പെർമനന്റ് ഐസ് ക്യാപ്സും പോളാർ ഫ്രണ്ടും ആണ്. പെർമനന്റ് ഐസ് ക്യാപ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഏറ്റവും മേലുള്ളതാണ് ഏതാണത്? പോളാർ ഹൈ പ്രഷർ ആണ് എന്ത്? പെർമനന്റ് ഐസ് ക്യാപ്സ് എന്നുള്ള സെക്ഷനെ. അപ്പോൾ ഒത്തിരിക്കുക, തെറ്റിക്കരുത്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ് എന്ത്? പോളാർ ഫ്രണ്ട്. തെറ്റിക്കരുത്, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറേ. നമ്മൾ പറഞ്ഞാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നുള്ള സാധനം അല്ലേ. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഏത് പ്രഷർ ബെൽറ്റിൻ്റെ ഇടയ്ക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. ആലോചിച്ച് നോക്കി, ഇക്വറ്റോറിയൽ ലോ അല്ല, പോളാർ ഹൈയും അല്ല. അപ്പോൾ ഏതാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിന് ഇടയ്ക്കാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഏത് പ്രഷർ ബെൽറ്റിൻ്റെ ഇടയ്ക്കാണുള്ളത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെ ഇടയ്ക്കാണ് എന്തോളം നമ്മുടെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഉള്ള നോത്തിരിക്കുക കേട്ടോ. സബ് ട്രോപ്പിക്കൽ ഹൈന്ന് ഇക്വറ്റോറിയൽ ലോയിലോട്ട് അടിക്കുന്ന പ്ലാനറ്ററി വിൻഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സബ് ട്രോപ്പിക്കൽ ഹൈ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള സബ് ട്രോപ്പിക്കൽ ഹൈന്ന് ഇക്വറ്റോറിയൽ ലോയിലോട്ട് അടിക്കുന്ന പ്ലാനറ്ററി വിൻഡ് ഏതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഈ പറഞ്ഞ ഈസ്റ്റർലീസ് അല്ല, കാര്യം ഈസ്റ്റർലീസ് അടിക്കുന്നത് ഈ ഒരു റീജിയനകത്തല്ല. വെസ്റ്റർലീസ് ആണോ? അല്ല, വെസ്റ്റർലീസ് അടിക്കുന്നത് പറഞ്ഞാൽ അതിന് തൊട്ട് താഴെ മേപ്പോട്ടാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാണ്? നൺ ഓഫ് ദ വെൽ. ട്രേഡ് വിൻഡ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ട്രേഡ് വിൻഡ് ആണ് എന്തോ ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ടുള്ള സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ താഴെ നിന്ന് മേൽന്ന് അടിക്കും കേട്ടോ. സബ് ട്രോപ്പിക്കൽ ഹൈ എന്ന് പറയുമ്പോൾ ഇത് ഇക്വറ്റോറിയൽ ലോ ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു 5 ഡിഗ്രി നോർത്ത് സൗത്ത് ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്, രണ്ട് താപ്പോട്ടും മേപ്പോട്ടും ആലോചിച്ചത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷറിലോട്ട് അടിക്കുന്ന നമ്മുടെ വിൻഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ട്രേഡ് വിൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. ട്രേഡ് വിൻഡ് കൺവേർജ് ആയി വരുന്ന ഇക്വറ്റോറിയൽ ബെൽറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞാൽ ഏതാണ്? അതാ നോക്കി, ഈ പറഞ്ഞ ലാനിനായോ എല്ലിനോയോ ഒന്നുമല്ല. നമുക്കറിയാം മൊറൈൻ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ഇതെന്ന് പറയുന്നത് നമ്മുടെ സത്യം പറഞ്ഞാൽ CBSE ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഇതുവരെ ഇത് ചോദിച്ചിട്ടില്ല എടുത്ത്. അപ്പോൾ ഓർത്തിരിക്കുക, നമുക്കറിയാവുന്ന കേസാണ്. ഈ പറഞ്ഞ ട്രേഡ് വിൻഡ് അടിക്കുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈന്ന് ഇക്വറ്റോറിയൽ ലോയിലോട്ടാണ് അല്ലേ അടിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ഒരു റീജിയൻ നമുക്കറിയാം ഇക്വറ്റോറിയൽ ലോ വരുന്ന ഒരു റീജിയൻ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡോൾഡ്രംസ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഡോൾഡ്രംസ് ആണ്. ക്വസ്റ്റ്യൻ കറക്റ്റ് ഒന്ന് നോക്കുക, ഏത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലാണ് ട്രേഡ് വിൻഡ് കൺവേർജ് ആകുന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഇത്? ഡോൾഡ്രംസിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ITCZ ഫുൾ ഫോം എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ആണെന്ത്? നമ്മുടെ ITCZ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നാണ് എന്ത്? ITCZ ഫുൾ ഫോം. ഇത് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ നോക്കിയാൽ കണ്ടാൽ മതി. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ക്ലാസ് അതിൻ്റെ പ്രീവിയസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് റിവിഷൻ പോലെ നോക്കാം എന്താണ് ITCZ എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നാണ് ITCZ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊക്കെ വിൻഡാണ് അല്ലേ. ഈ പറഞ്ഞ ഇതെല്ലാം വിൻഡാണ്, നമ്മൾ പറഞ്ഞാണ് ഇതിൻ്റെയൊക്കെ പേര്. ഇതിനകത്ത് കറക്റ്റ് മാച്ച് അല്ലാത്ത ഏതാണെന്ന് നോക്കി. കാൽ ബൈസാക്കി വെസ്റ്റ് ബംഗാൾ ആണോ നമ്മൾ പറഞ്ഞാണ്. ആണല്ലേ, കാൽ ബൈസാക്കി വെസ്റ്റ് ബംഗാൾ അടിക്കുന്നതാണ്. മാംഗോ ഷവർ എന്ന് പറയുമ്പം കർണാടകത്തിൽ അടിക്കുന്നതാണ്. കറക്റ്റാണ്, മാംഗോ ഷവർ കർണാടകമാണ്. ബ്ലോസം ഷവർ എന്ന് പറയുമ്പോൾ കറക്റ്റാണ്, കേരളമാണ്. ഈ പറഞ്ഞ നോർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ അടിക്കുന്ന സാധനമല്ല കേട്ടോ. നോർവെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആസാമിലും ബംഗാളിലും അടിക്കുന്നതാണ്. ആസാമിലും ബംഗാളിലും അടിക്കുന്നതാണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള നോർ വെസ്റ്റർ എന്നുള്ള കാറ്റ്. ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കറിയാം. ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇവർ SSCയുടെ ക്വസ്റ്റ്യനോ റെയിൽവേയുടെ ക്വസ്റ്റ്യനോ UPSCയുടെ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്താൽ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക, തെറ്റിക്കരുത്. നോർ വെസ്റ്റർ അടിക്കുന്നത് ആസാമിലും ബംഗാളിലുമാണ്. കാൽ ബൈസാക്കി വെസ്റ്റ് ബംഗാളാണ്. മാംഗോ ഷവർ കർണാടകയാണ്. ബ്ലോസം ഷവർ കേരളയാണ്. നോർ വെസ്റ്റർ എന്ന് പറഞ്ഞാൽ ആസാമിലും ബംഗാളിലും അടിക്കുന്ന കാറ്റാണെന്ന് ഓർത്തിരിക്കുക.
എന്ന് നോക്കിയാൽ നമ്മൾ പറഞ്ഞു ലൂ എന്നുള്ള കാറ്റിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് താഴെ ഉള്ളത്. ഇതിനകത്ത് ഏതൊക്കെ ശരിയാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വായിച്ചു അതിനകത്താണ് നോക്കിയിട്ട് പറയാൻ നോക്കുമെന്ന് നോക്കി. ഫസ്റ്റ് എന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹോട്ട് ഡ്രൈ സമ്മർ ആഫ്റ്റർനൂൺ വിൻഡ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇത് പറഞ്ഞിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലും അടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ലൂ വിൻഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് കൺവെക്ഷൻ പ്രോസസ്സിൻ്റെ റിസൾട്ട് ആണെന്നാണ് പറയുന്നത്. തന്നെ താനെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിന് ആൻസർ പറയാൻ നോക്കുക. നോക്കി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? ഇത് കറക്റ്റ് ആണല്ലേ. ലൂ എന്ന് പറഞ്ഞാൽ ഹോട്ട് ആൻഡ് ഡ്രൈ സമ്മർ ആഫ്റ്റർനൂൺ വിൻഡ് ആണ്. ഇത് നോർത്ത് ഇന്ത്യയിലും പാകിസ്ഥാൻ്റെ സെക്ഷൻ, ഇത് രണ്ടും കറക്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ലൂ എന്നുള്ള വിൻഡ് കൺവെക്ഷൻ പ്രോസസ്സിൻ്റെ റിസൾട്ട് അല്ല. ഓർത്തിരിക്കുക, കൺവെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ കറണ്ട്സിൻ്റെ ഫോർമേഷനാണ് നമ്മൾ കൺവെക്ഷൻ വരുന്നത് കേട്ടോ. കറണ്ട് ആണെന്നുണ്ടെങ്കിലാണ് എന്ത് വരുന്നത് അറിയാലോ. ആ കറണ്ട് അല്ല, ഇലക്ട്രിസിറ്റി അല്ല, അല്ലാതെ കറണ്ട്സിൻ്റെ ഫോർമേഷനാണ് എന്ത് വരുന്നത്, നമ്മുടെ കൺവെക്ഷൻ വരുന്നത്. പക്ഷേ വിൻഡ് എന്നുള്ളൊരു സംഭവത്തിൻ്റെ ഫോർമേഷന് കാരണം അബ്ഡക്ഷൻ എന്നൊരു പ്രോസസ്സുണ്ട്. അബ്ഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് കാരണമാണ് എന്ത് വരുന്നത്, ഈ വിൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അബ്ഡക്ഷൻ എന്നൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ അത് കാരണമാണ് എന്തോ വരുന്നത്, ഈ കാറ്റടിക്കുന്നത്. ഏത് കാറ്റാണെങ്കിലും അബ്ഡക്ഷൻ എന്നുള്ളൊരു പ്രോസസ്സാണെന്ന് ഓർത്തിരിക്കുക, തെറ്റിക്കരുത്. ഇതെന്ന് വെച്ചാൽ ഇച്ചിരി ഇൻഡെപ്ത് ആണ് ക്വസ്റ്റ്യൻ. അബ്ഡക്ഷൻ നമ്മളിത് കാണുമ്പോൾ കറക്റ്റാണ് ഓർത്തിരിക്കുക. കൺവെക്ഷൻ എന്നുള്ള പ്രോസസ്സ് കൺവെക്ഷൻ കറണ്ട്സ് ആണ്. കറണ്ടിൻ്റെ ഫോർമേഷൻ ആണെങ്കിലാണ് നമ്മൾ എന്ത് വരുന്നത്, കൺവെക്ഷൻ ഒരു പ്രോസസ്സ് വരുന്നത്. വിൻഡ് ആണെങ്കിൽ എന്താണ്, അബ്ഡക്ഷൻ ഒരു പ്രോസസ്സാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും ശരിയാണ്, ഇത് രണ്ടും ശരിയാണ്. മൂന്നാമത്തത് തെറ്റാണ് കേട്ടോ. കോഫി ഫ്ലവറിൻ്റെ ബ്ലോസത്തിന് സഹായിക്കുന്നത് ഏതാണ് ഇതിൻ്റെ അകത്ത്? ബ്ലോസം ഷവറാണ്. നോക്കിയേ, ഇതെന്ന് പറയുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് സൗത്ത് വെസ്റ്റ് മൺസൂണിനെ കുറിച്ചിട്ട്. ഇതിൽ എന്തൊക്കെയാണ് ഈ പറയുന്നതിൽ എ ആണോ ട്രൂ, ഇങ്ങനെ ഒരു സെക്ഷൻ അറിയാമല്ലോ വരും. നോക്കിയാൽ നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുമ്പോഴത്തേക്കിന് റെയിനി സീസൺ ഓഫ് ഇന്ത്യ ആണ്. കറക്റ്റ് അല്ലേ? റെയിനി സീസണാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുമ്പോഴത്തേക്കിന്. ഈ സീസൺ ആണ് എന്തോ ചെയ്യുന്നത്, മാർക്ക് ബൈ ദ ഓൺസെറ്റ് ആൻഡ് അഡ്വാൻസ് ഓഫ് മൺസൂൺ ഈസ് കോസ്ഡ് ബൈ ദ അറേബ്യൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ വിൻഡ്സ്. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്. രണ്ടും കറക്റ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് മോർ ദാൻ വൺ ഓഫ് ദ എബോ എന്നുള്ളതാണ് ആൻസർ. ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ പറഞ്ഞിരിക്കുന്ന ഇത്ര എണ്ണത്തിൽ നീതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് നീതി ആയോഗ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കി, നമുക്കറിയാം നിങ്ങളിപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചാലും എന്ത് പഠിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ് പഠിക്കുക കേട്ടോ. അപ്പോൾ നോക്കുക, നോക്കി ഞാൻ ജസ്റ്റ് ഈ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് നീതി ആയോഗിനെ കുറിച്ച് ഒരു ഐഡിയ തന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അത് നോക്കി നമുക്കറിയാം. ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ ക്ലാസ് എല്ലാം ഓൾറെഡി എടുത്താണ്, അതുകൊണ്ട് ഞാൻ പിന്നെ റിപ്പീറ്റ് അടിച്ച് പറയത്തില്ല. ജസ്റ്റ് പോയിന്റ്സ് മാത്രം, നമുക്ക് അറിയാവുന്ന കേസ് മാത്രം പറയാം. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ വരുന്ന 1950 ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള KC നിയോഗിയുടെ അണ്ടറിലുള്ള ഒരു കമ്മിറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ ഒരു സംഭവം എന്ത് ചെയ്യുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്. തെറ്റിക്കരുത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി പറഞ്ഞാൽ KC നിയോഗി ഹെഡ് ആയ കമ്മിറ്റിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് യോജന ഭവൻ ന്യൂഡൽഹി ആണെന്ന് ഓർത്തിരിക്കുക. പ്ലാനിംഗ് കമ്മീഷൻ്റെ അഡ്വൈസറി ബോഡിയാണ്, തെറ്റിക്കരുത്, അഡ്വൈസറി ബോഡിയാണെന്ന് ഓർത്തിരിക്കുക. നമ്മളിപ്പോൾ നീതി ആയോഗിന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അഡ്വൈസറി ബോഡി മാത്രമാണിത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓർത്തിരിക്കുക. ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള മോഡൽ എന്ന് പറയുമ്പോൾ റഷ്യയിൽ നിന്ന് എടുത്താണ്. പ്ലാനിംഗ് എന്നൊരു ഐഡിയ തന്നെ ഒരു റഷ്യയിൽ നിന്ന് എടുക്കുന്നതാണ്. ഇനി പ്ലാനിംഗ് കമ്മീഷൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആയത് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ ആണെന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർമാൻ ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നമ്മുടെ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിനെ പറയാൻ ഒക്കത്തുള്ളൂ. കാര്യം നമുക്കറിയാം ഇപ്പം പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല, നീതി ആയോഗ ഉള്ളൂ. അതുപോലെ തന്നെ ഗുൽസാല നന്ദയായിരുന്നു നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ. ഞാൻ ആവശ്യമുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. KC നിയോഗിയാണ്, KC നിയോഗി കമ്മിറ്റി, KC നിയോഗി ഹെഡ് ആയിരുന്ന കമ്മിറ്റിയാണ് ഈ പറഞ്ഞിട്ട് പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. ആ റെക്കമെൻഡേഷൻ അവരുടെ ആയിരുന്നു. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് യോജന ഭവൻ ന്യൂഡൽഹി ആണെന്ന് ഓർത്തിരിക്കുക. ഒരു അഡ്വൈസറി ബോഡിയാണ്. റഷ്യയിൽ നിന്നാണ് ഈ ഒരു സംഭവം അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചെയർമാൻ എന്ന് ജവഹർലാൽ നെഹ്റു ആണ്. ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുമ്പോൾ ആരാണ്? ഗുൽസാല നന്ദയാണ് കേട്ടോ. അപ്പോൾ 2014 ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള സംഭവം നിന്ന് പോകുന്നത്. എന്നിട്ട് നീതി ആയോഗാണ് എന്ത് റീപ്ലേസ് ആക്കുന്നത്? നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്യുന്ന സംഭവമാണ് എന്ത്? നീതി ആയോഗ് ഓർത്തിരിക്കുക. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇതൊക്കെ എല്ലാവർക്കും പറയുന്നത് കേട്ടോ. എന്താണ് ഫുൾ ഫോം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ് നീതിയുടെ ഫുൾ ഫോം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ് നീതിയുടെ ഫുൾ ഫോം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ് ഓർത്തിരിക്കണേ.
ഓർത്തിരിക്കുക. ഇതാണ് നീതി ആയോഗിന്റെ ഒബ്ജക്റ്റീവ്സ്. ഞാൻ ഇത് പറയാൻ കാരണം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ സാധാരണ എടുത്ത് ചോദിക്കാറുണ്ട്. ഇത് കറക്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഈ പറഞ്ഞിട്ടുള്ള ഫെഡറലിസം നിലനിർത്തുക എന്നുള്ളത് നീതി ആയോഗിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള വില്ലേജസിൽ പ്രോഗ്രഷൻ കൊണ്ടുവന്നിട്ട് സ്റ്റേറ്റിൽ മൊത്തത്തിൽ സ്റ്റേറ്റ് പ്രോഗ്രസ് വരിക, അതെന്താണ് നമ്മുടെ ഇന്ത്യ മൊത്തം പ്രോഗ്രസ് വരിക എന്നുള്ളത് ഈ പറഞ്ഞിട്ടുള്ള നീതി ആയോഗിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. നോക്കിയോ കേട്ടോ. അതുപോലെ തന്നെ എന്താ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റിക്ക് സപ്പോർട്ട് കൊടുക്കുക, എക്കോണമിക് പ്രോഗ്രസ് വേണ്ടി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് നീതി ആയോഗിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. എല്ലാം കൂടി ഞാൻ പറയത്തില്ല. നമുക്കറിയാം ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ അതിന് 51 തൊട്ട് 56 വരെയാണൊക്കെ പഠിക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞു USSR എന്നാണ് ഈ ഒരു സംഭവം നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാൻ എന്ന് പറയുന്നത് M വിശ്വേശ്വരയ്യ ആണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. ഇത് പഠിക്കുക കേട്ടോ. ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് ഡോക്ടർ സുമൻ ബെറി ആണ്. CEO എന്ന് പറയുമ്പോഴത്തേക്കിന് BVR സുബ്രഹ്മണ്യമാണെന്ന് ഓർത്തിരിക്കുക. കാരണം ഈ കറണ്ട് അഫയർ ഒന്നും വിട്ടേക്കരുത്. സുമൻ ബെറിയാണ് വൈസ് ചെയർമാൻ, നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറിയാണെന്ന് ഓർത്തിരിക്കുക. CEO എന്ന് പറയുമ്പോഴത്തേക്കിന് BVR സുബ്രഹ്മണ്യമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ, തെറ്റിക്കരുതേ. നീതി ആയോഗിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി തന്നെയാണ്. അപ്പോൾ ഇത്രയൊന്ന് ഓർത്തിരിക്കുക നീതി ആയോഗിനെ കുറിച്ചിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ പറഞ്ഞ കമ്മീഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ഏതൊക്കെയാണ് പ്ലാനിങ് എന്നുള്ള ഒരു പ്രോസസ്സിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ചില ഏതൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇതിലേതൊക്കെയാണ് പ്ലാനിങ്, ഇന്ത്യയിലെ പ്ലാനിങ്ങിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്മീഷൻസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കി ഏതൊക്കെയായിരിക്കും? പ്ലാനിങ് ആണ്. അപ്പോൾ നമുക്കറിയാം ഫിനാൻസ് കമ്മീഷൻ എന്ത് വരത്തില്ല, ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്നൊരു സംഭവം വരും അല്ലേ, അത് വരും. പാർലമെൻറ്റുമാണ്. നമുക്കറിയാം പാർലമെൻറ്റും നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലും ചേർന്നിട്ടാണ് ഇന്ത്യയിലെ പ്ലാനിങ് നടത്തുന്നത്. ഫിനാൻസ് കമ്മീഷൻ ഒന്നും വരത്തില്ല, ഓർത്തിരിക്കുക. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലും പാർലമെൻറ്റും ചേർന്നിട്ടാണ് ചെയ്യുന്നത്, ഇന്ത്യയിലെ പ്ലാനിങ് എന്നൊരു പ്രോസസ്സ് റൺ ചെയ്യുന്നത് നോക്കി. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. ഇതെന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുമ്പോൾ 1952 ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ വരുന്നത്. ഓർത്തിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സിക്യൂട്ടീവ് ബോഡി മാത്രമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ എത്രയാണ്? 280. തെറ്റിക്കരുത്. ഫിനാൻസ് കമ്മീഷനൊക്കെ ആർട്ടിക്കിൾ 280 ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ? ഇനി എന്താണ് ഈ റൂറൽ ഡെവലപ്മെൻറ്റ്, യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? റൂറൽ ഇന്ത്യയുടെ സോഷ്യോ എക്കോണമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അതുപോലെ യൂണിയൻ മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും? ഇന്ത്യയിലെ അർബൻ ഏരിയാസിൻ്റെ എക്കോണമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളതാണിത്, യൂണിയൻ മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെൻറ്റ്. തെറ്റിക്കരുത്. അപ്പം ഈ പ്ലാനിംഗ് എന്നുള്ള സംഭവം ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലും പാർലമെൻറ്റും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലും പാർലമെൻറ്റുമാണ് നമ്മുടെ പ്ലാനിംഗ് എന്നുള്ള സംഭവത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേട്ടോ. ഈ നോക്കി, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കി, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ GDP ഗ്രോത്ത് 3.6 ആയിരുന്നോ? ഇതിങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത സാധനം കേട്ടോ. GDP ഗ്രോത്ത് ഒക്കെ പഠിക്കണം, കറക്റ്റാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് 2.1 ആണ്, 3.6 ആണ് GDP ഗ്രോത്ത് നോക്കി. ഇത് കറക്റ്റാണ്. ഇതിൻ്റെ പേരെന്താണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ ഹാരോൾഡ് ഡോബർ മോഡൽ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാനെയാണ്. അഗ്രികൾച്ചർ ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ളൊരു 5 ഇയർ പ്ലാൻ ആണ് നമ്മുടെ ഫസ്റ്റ് 5 പ്ലാൻ. അപ്പോൾ ഇത് കറക്റ്റാണ്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ നോക്കി, കറക്റ്റാണ് അല്ലേ? ഈ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള PC മഹൽനോബിസ് മോഡലാണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ. അവിടെ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഹെവി ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഇവർ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഉദ്ദേശിച്ചിരുന്നത്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റൂർക്കേല, ദുർഗാപൂരിലൊക്കെ സ്റ്റീൽ പ്ലാന്റ് വരുന്നത് കറക്റ്റാണ്. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് ഈ സംഭവം കറക്റ്റാണ്. നോക്കിക്കോളൂ, ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് 5 ഇയർ പ്ലാനകത്ത് വന്ന സ്ലോഗൻ തന്നെയാണ്. അപ്പോൾ ഈ മോർ ദാൻ വൺ ഓഫ് ദ എബോ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഇത് കറക്റ്റാണ്. 3 ആൻസർ കറക്റ്റാണ് കേട്ടോ. 3 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഏത് 5 ഇയർ പ്ലാനിലാണ് ഇൻഡസ്ട്രിയൽ ലിബറലൈസേഷൻ കൊണ്ടുവന്നതാണ് അറിയേണ്ടത്. നമുക്കറിയാം ന്യൂ എക്കോണമി പോളിസി 1991 വരുന്നില്ല. അപ്പോൾ 1992 തൊട്ട് വരുന്ന 5 ഇയർ പ്ലാനകത്തായിരിക്കും വരുന്നത്. 1992 തൊട്ട് 97 വരുന്ന 5 ഇയർ പ്ലാൻ ഏതാണ്? ഇതിൻ്റെ അത് ഏതാണ്? 8th 5 ഇയർ പ്ലാൻ ആണ് ഈ പറഞ്ഞത് കേട്ടോ. നോക്കിയാൽ ഇൻഡസ്ട്രിയൽ ലിബറലൈസേഷൻ ഒരു സംഭവം കൊണ്ടുവരുന്നത് 8th 5 ഇയർ പ്ലാനിലാണ് നോക്കി കേട്ടോ. നമുക്കറിയാം ന്യൂ എക്കോണമിക് പോളിസി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒരു സംഭവം വരുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡ്യൂറേഷനാണ് കേട്ടോ. 1992 97 വരെയുള്ള സംഭവമാണ്. അത് 8th 5 ഇയർ പ്ലാനകത്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയൽ ലിബറലൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. തെറ്റിയത് 8th 5 ഇയർ പ്ലാനകത്താണ്. ലാസ്റ്റ് 5 ഇയർ പ്ലാൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ 12th ആണ് കേട്ടോ. 12th 5 ഇയർ പ്ലാനാണ് ലാസ്റ്റ് 5 ഇയർ പ്ലാൻ. 2012 തൊട്ട് 17 വരെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് 5 ഇയർ പ്ലാൻ. 2012 തൊട്ട് 17 വരെയുള്ളതാണ് ലാസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഫാസ്റ്റർ സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ്. ഇതൊക്കെ കാണാൻ പഠിക്കണം കേട്ടോ. ഫാസ്റ്റർ സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള 12th അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ, സസ്റ്റൈനബിൾ
ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ് കേട്ടോ. മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ 12th ഫൈവ്-ഇയർ പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ്. എന്നാണ് 2012 തൊട്ട് 2017 വരെ ആയിരുന്നു നോക്കുക. ഈ പറഞ്ഞ സത്യം പറഞ്ഞാൽ മൻമോഹൻ സിംഗ് നരേന്ദ്രമോദിയും കൂടെ ഒരുമിച്ചാണ് ഈ സംഭവം റൺ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇവർ ഒരുമിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ആലോചിക്കുക കേട്ടോ. തെറ്റിക്കരുത്. 12th ആണ് ലാസ്റ്റ് ഫൈവ്-ഇയർ പ്ലാൻ. തെറ്റിക്കരുത്. 12th ആണ് ലാസ്റ്റ് ഫൈവ്. അപ്പം 2012 അങ്ങ് ഓർക്കുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെൽഫ് റിലയൻറ്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കോണമി എന്നുള്ള ഒബ്ജക്റ്റീവുമായിട്ട് വന്ന ഫൈവ്-ഇയർ പ്ലാൻ ഏതാണ്? ഫസ്റ്റും സെക്കൻഡും അല്ല, ഒരു കാരണവശാലും അല്ല. അപ്പോൾ നോക്കി, തേർഡ് ഫൈവ്-ഇയർ പ്ലാൻ അകത്താണ് സെൽഫ് റിലയൻറ്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കോണമി ഒരു കോൺസെപ്റ്റ് വരുന്നത്. അതിനകത്താണ് നമ്മുടെ തേർഡ് ഫൈവ്-ഇയർ പ്ലാൻ അകത്ത് നോത്തിരിക്കുക. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗാഡ്ജിലായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ. ഗാഡ്ജിലായിരുന്നു. നമുക്കറിയാം ആ സമയത്തുണ്ടായിരുന്ന ചെയർമാൻ ആര് തന്നെയായിരുന്നു? നമ്മുടെ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഈ സമയത്തുണ്ടായിരുന്ന ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു നമ്മുടെ ഗാഡ്ജിലായിരുന്നു നോത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഗാഡ്ജിൽ യോജന എന്നൊക്കെ വിളിക്കുന്ന ഇതിനെയാണ് കേട്ടോ. ഗാഡ്ജിൽ യോജന എന്ന് വിളിക്കുന്ന എന്തിനെയാണ്? നമ്മുടെ തേർഡ് ഫൈവ്-ഇയർ പ്ലാനെയാണ് നോത്തിരിക്കുക. തെറ്റിക്കരുത്. ഇത് ഏത് ഗാഡ്ജിലാണ്? DR ഗാഡ്ജിലാട്ടോ. നമ്മുടെ ആ 2 ഗാഡ്ജിലുണ്ടല്ലോ, അതറിയാം. 2 ഗാഡ്ജിലാണ്. ഈ DR ഗാഡ്ജിലാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയറായിട്ട് ഇരുന്നിട്ടുള്ള DR ഗാഡ്ജിലാണ്. അപ്പം ഗാഡ്ജിൽ യോജന വിളിക്കുന്ന എന്തിനെ തന്നെയാണ്? തേർഡ് ഫൈവ്-ഇയർ പ്ലാനാണ്. അതുപോലെ തന്നെ എന്താണ്? സെൽഫ് റിലയൻറ്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കോണമി എന്നൊരു കോൺസെപ്റ്റിൽ വന്ന ഫൈവ്-ഇയർ പ്ലാൻ ഏതാണ്? നമ്മുടെ തേർഡ് ഫൈവ്-ഇയർ പ്ലാനാണ്. നോക്കിയേ, ബ്ലൂ റെവല്യൂഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഫൈവ്-ഇയർ പ്ലാൻ ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ അറിയാമോ? 7th ഫൈവ്-ഇയർ പ്ലാൻ അകത്താണ് എന്ത് ചെയ്യുന്നത്? ബ്ലൂ റെവല്യൂഷൻ സ്റ്റാർട്ട്. നോക്കി, ഇനിയും RTA റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കി, RTA അറിഞ്ഞിരിക്കേണ്ട കേസ് നമുക്കറിയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എന്തൊക്കെയാണെന്നുള്ള സംഭവം. ഓർത്തിരിക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം റൈറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം റൈറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നോക്കിയേ, നമുക്കറിയാം ഈ വർക്ക് ഡോക്യുമെൻറ്റ് റെക്കോർഡ്സിൻ്റെ ഇൻസ്പെക്ഷൻ അലൗഡ് ആണ്. വർക്ക് ഡോക്യുമെൻറ്റ്സ് റെക്കോർഡ്സിൻ്റെ ഇൻസ്പെക്ഷൻ അലൗഡ് ആണ്. ഇനി എന്താണ്? നമുക്ക് ഇത് ഉള്ളതാണ് അല്ലേ. ഡോക്യുമെൻറ്റ്സിൻ്റെ റെക്കോർഡ്സിൻ്റെ നമുക്ക് ഒന്നിൽ അതിൻ്റെ എക്സ്ട്രാക്ട്സോ അല്ലെങ്കിൽ സർട്ടിഫൈഡ് കോപ്പീസ് എടുക്കാനുള്ള റൈറ്റ് ഉള്ളതാണ്. മെറ്റീരിയൽസിന് സർട്ടിഫൈഡ് സാമ്പിൾസ് എടുക്കാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പോൾ ഇതിന് ആൻസർ ഓൾ ഓഫ് ദ എബോ എന്നുള്ളത് കേട്ടോ. ഇതെല്ലാം കറക്റ്റാണ്. അപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഇതെല്ലാം എന്ത് തന്നെയാണ്? റൈറ്റ്സ്. ഇതൊക്കെ ചെയ്യാൻ ഒക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നോത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി, സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണോ? അല്ല. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണോ? അല്ല. ഇത് രണ്ടും അല്ല. ഇതൊന്നും അല്ല കേട്ടോ. ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണോ? അല്ല കേട്ടോ. ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ ഹയർ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? ആ ഒരു സ്റ്റേറ്റിലെ ഗവർണറായിരിക്കും നോത്തിരിക്കുക കേട്ടോ. ആരാണ്? സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റിലെ ഗവർണറാണെന്ന് നോത്തിരിക്കണേ. നമ്മുടെ കേരളത്തിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ് ഇപ്പോഴത്തെ? വിശ്വാസ് മേത്ത എന്നൊരാളുടെ. വിശ്വാസ് മേത്തയാണ് എന്ത്? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് വിശ്വാസ് മേത്തയാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ നോത്തിരിക്കുക കേട്ടോ. വിശ്വാസ് മേത്തയാണ്. ക്ലിയർ അല്ലേ? നമ്മുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറിൻ്റെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ് ഇപ്പോഴത്തെ? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഹീരേലാൽ സാമരി എന്നാണ്. ഹീരേലാൽ സാമരി. ഇത് ഈ ആണ്. ഹീരേലാൽ സാമരിയ എന്നുള്ള ആളാണ് കേട്ടോ. ഇതെന്താണ്? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് ആര്? ഹീരേലാൽ സാമരിയ. തെറ്റിക്കരുത് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാത്തിൻ്റെയും ഇപ്പോഴത്തെ ആൾക്കാരുടെ പേര് നോക്കി പോകണം കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതെല്ലാം കറണ്ട് അഫെയർ ആണ്. അവർ കറണ്ട് അഫെയർ എന്ന് മാത്രം എടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ പഠിച്ചെല്ലാം വെറുതെ ആയതുകൊണ്ടാണ് ഹീരേലാൽ സാമരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് ആര്? ഹീരേലാൽ സാമരിയ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വിശ്വാസ് മേത്ത എന്ന് പറയുമ്പോഴത്തേന് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് ആരും? നമ്മുടെ വിശ്വാസ് മേത്ത. മറ്റേ എത്താണ്? ഹീരലാൽ. പുള്ളി എന്ന് പറയുമ്പോൾ ഒരു നവംബർ 2023 ഹീരലാൽ സാമരിയ വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഹീരലാൽ സാമരിയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ. തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ വിശ്വാസ് മേത്ത പറഞ്ഞാൽ ഇപ്പോഴത്തെയാണ്. നമ്മുടെ ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരുന്നു കേരളത്തിലെ ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണെന്ന് അറിയാമോ? പലട്ട് മോഹൻദാസ് ഒരാളുണ്ട് കേട്ടോ. പലട്ട് മോഹൻദാസ് ഒരാളുണ്ട്. പുള്ളിയായിരുന്നു കേരളത്തിലെ ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. പലട്ട് മോഹൻദാസ് ഒരാളാണെന്ത്? കേരളത്തിലെ ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ നോക്കിയിരിക്കട്ടെ. എന്താണ്? പലട്ട് മോഹൻദാസ് ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ നോക്കിക്കുക. അപ്പോൾ ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ഈ ഇടയ്ക്ക് ചോദിച്ചാണ്. അപ്പോൾ നോക്കിക്കുക, റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനകത്ത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും എത്ര മെമ്പേഴ്സും
വരുമെന്നാണ് ക്വസ്റ്റ്യൻ. നോട്ട് എക്സീഡിങ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കി ഇതിനകത്ത് ഏതാണെന്ന് ആൻസർ നോക്കി പറയാമോ? 10 ആണോ 8 ആണോ 12 ആണോ 15 ആണോ? നോക്കി 8 ആണ് ഇതിൻ്റെ ആൻസറേ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള RTA ആക്ടിനകത്തെ സെക്ഷൻ 12-നകത്ത് ഇത് എടുത്ത് പറയുന്നത് കേട്ടോ. സെക്ഷൻ 12-നകത്ത് പറയുന്ന ഒരു സെക്ഷനാണ് എത്ര പേരാണ് അഡീഷണൽ വരേണ്ടത്. അപ്പോൾ 8 പേരാണ് ഈ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ കൂടാതെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് നോട്ട് എക്സീഡിങ് 8 അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ 8 ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ക്ലിയറല്ല? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അഡീഷണൽ വരുന്ന സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനെ ഹയർ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ് ഇവരെ ഹയർ ചെയ്യുന്നത്. ആരുടെ റെക്കമെൻഡേഷൻ വേണ്ടിയിട്ടാണ് ഹയർ ചെയ്യുന്നത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യും, അതുപോലെ ഒപ്പോസിഷൻ മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യും, നമ്മുടെ ഒരു യൂണിയൻ ക്യാബിനറ്റ്, ഈ പ്രൈം മിനിസ്റ്റർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററും ഇവർ മൂന്നും കൂടെ ചേർന്നിരുന്നിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിൻ്റെ കൂടെയുള്ള കമ്മീഷണേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ലോകസഭയിലെ ഒപ്പോസിങ് പാർട്ടിയുടെ ഹെഡ് വരും, അതുപോലെ തന്നെ എന്താണ് ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററോട് ഉണ്ട് കേട്ടോ. ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്. ഈ ക്യാബിനറ്റ് മിനിസ്റ്ററിനെ പ്രപ്പോസ് ചെയ്യുന്ന ആര് തന്നെയാണ്? ഈ പറഞ്ഞിട്ടുള്ള പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇവർ മൂന്നും കൂടെ ചേർന്നിരുന്നിട്ടാണ് ഈ ആളെ സെലക്ട് ചെയ്യുന്നത്. പ്രസിഡന്റ് ഇവർ പറയുന്നതിനനുസരിച്ച് പുള്ളിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നേ ഉള്ളേ. അപ്പോൾ ഓർത്തിരിക്കുക, പ്രസിഡന്റാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, 8 പേരാണ് മാക്സിമം ഒക്കുന്നത്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറിനെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയുടെ ഹെഡ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ പറഞ്ഞാണ് ആരായിരിക്കും ഇതിൻ്റെ ഹെഡ്? പ്രൈം മിനിസ്റ്റർ ആണ്. ഞാൻ പറഞ്ഞു ഇവരെ ഹയർ ചെയ്യുന്നതാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഇവരെ സെലക്ട് ചെയ്യാനിരിക്കുന്ന ഒരു കമ്പനി ഞാൻ പറഞ്ഞാണ് പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ലോകസഭയിലെ ഒപ്പോസിംഗ് പാർട്ടിയുടെ ഹെഡ് കാണും, അതുപോലെ തന്നെ എന്താണ് ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിനെ അത് പ്രൈം മിനിസ്റ്റർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നൊരു ക്യാബിനറ്റ് മിനിസ്റ്ററോട് ചേർന്നിട്ടിരുന്നിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഈ കമ്മിറ്റി മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുമ്പോൾ ആര് തന്നെയാണ്? ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ തന്നെയാണെന്ന് ഓർത്തിരിക്കട്ടെ. പ്രൈം മിനിസ്റ്ററാണ് ഈ പറഞ്ഞിട്ടുള്ള കമ്മിറ്റിയുടെ പ്രസിഡന്റ് കേട്ടോ. നോക്കിയേ ക്വസ്റ്റൻ നോക്കി, ഈ പറഞ്ഞിരിക്കുന്ന ഈ 3 ബോഡീസിൽ ഏതിനൊക്കെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ അണ്ടറിൽ വരാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റൻ. പെർഫ്യൂം എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, എക്സംപ്റ്റ് ചെയ്യുന്നൊരു എക്സംപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോഡീസ് കം അണ്ടർ ദ പെർവ്യൂ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നാണ്. നമുക്കറിയാം വെച്ചാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ അണ്ടറിൽ വരാത്തത് ഈ കമ്മിറ്റിയിൽ ഏതാണ് അല്ലെങ്കിൽ ഏത് ബോഡിയാണെന്നാണ് ക്വസ്റ്റൻ. നമുക്കറിയാം റിസർച്ച് അനാലിസിസ് വിങ് ഒരു കാരണവശാലും വരത്തില്ല. നമുക്കറിയാം DRDO ഒന്നും എന്തിനാണ് വരുന്നതല്ല, റൈറ്റ് ഇൻഫർമേഷൻ അണ്ടറിൽ വരുന്നതല്ല ഈ റിസർച്ച് അനാലിസിസ് വിങ്സ് ഒന്നുമേ, ഇതൊന്നും ഇവിടെ വരുന്നതല്ല. നമുക്ക് അറിയാവുന്ന കേസാണ് അല്ലേ. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നമ്മുടെ റൈറ്റ് ഇൻഫർമേഷൻ അണ്ടറിൽ വരുന്നതല്ല. നമുക്ക് പറഞ്ഞിട്ടുള്ള നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഒരു സംഭവമാണ് നമുക്ക് ഡൗട്ടായിട്ടിരിക്കുന്നത്. ഓർത്തിരിക്കുക, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്നുള്ള സംഭവം എന്തിനടി വരുന്നതല്ല, നമ്മുടെ RTAയുടെ അണ്ടറിൽ വരുന്നതല്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞാണ് റൈറ്റ് ഇൻഫർമേഷൻ അണ്ടറിൽ വരാത്ത ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്. അതിനകത്ത് നാർക്കോട്ടിക്സ് ബ്യൂറോ ഉള്ളതാണ് കേട്ടോ. NCB അതിനകത്ത് വരുന്നതല്ല. അപ്പോൾ ഓർത്തിരിക്കുക, ഈ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വരത്തില്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരത്തില്ല, റിസർച്ച് അനാലിസിസ് വരത്തില്ല. അതുപോലെ നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം റൈറ്റ് ഇൻഫർമേഷൻ അണ്ടറിൽ വരുന്നതല്ല കേട്ടോ. അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറയുമ്പം നൺ ഓഫ് ദ എബോ ആണ്. നൺ ഓഫ് A, B and C എന്നുള്ളതാണ് ഇതിന് ആൻസർ കേട്ടോ. നോക്കി, ഇനി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് RTI കുറിച്ച് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റൻ. നമുക്ക് വായിച്ചോ. നോക്കി, RTI കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം ഇത് തെറ്റാണോ ശരിയാണോ? എന്നാ വന്ന ഇത് 13 ഒക്ടോബർ ആണോ? അല്ല, 12th ഒക്ടോബർ ആണ്. 12th ഒക്ടോബർ 2005 RTI കെയിം ഇൻ ടു ഫോഴ്സ് ആവുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് ഓപ്ഷൻ നോക്കി, എനി സിറ്റിസൺ മേ റിക്വസ്റ്റ് ഇൻഫർമേഷൻ ഫ്രം പബ്ലിക് അതോറിറ്റി. അപ്പോൾ ഇത് നോക്കി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബോത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് എന്ന് പറഞ്ഞോ. അത് തെറ്റാണ്. കാര്യം നമുക്ക് ആർക്ക് വേണമെന്നെങ്കിലും എന്തോ ചെയ്യാം, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യാം. അതെന്ന് പറയുമ്പോഴത്തേക്കിന് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടിയിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ. പ്രൈവറ്റ് സെക്ടറിലുള്ള ആരുടെയും ഇൻഫർമേഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് റോങ് ആണ്, തെറ്റിക്കരുത്. ഇത് ഒറ്റയടിക്ക് വായിച്ചാൽ എനി സിറ്റിസൺ മേ റിക്വസ്റ്റ് ഇൻഫർമേഷൻ ഫ്രം എ പബ്ലിക് അതോറിറ്റി നമ്മൾ പറഞ്ഞിട്ട് ഓഫ് കോഴ്സ് നമുക്ക് പബ്ലിക് അതോറിറ്റി പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടത്തില്ല. ഗവൺമെൻറ് സെക്ടറിലുള്ള സംഭവം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് നോക്കിക്കോണം. ഇനി നെക്സ്റ്റ് നോക്കിയേ, റിപ്ലൈ ഫോർ ഇൻഫർമേഷൻ ആസ്ക് ക്യാൻ ബി ഗിവൺ വിത്തിൻ 30 days. നമുക്കറിയാം നോർമൽ കേസ് ആണെന്നുണ്ടെങ്കിൽ 30 days ആണ് സാധാരണ എടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഈ സംഭവം നോർമൽ സംഭവമാണെങ്കിൽ 30 days കൊടുക്കണം എന്നാണ്. നെക്സ്റ്റ് നോക്കിയേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫീ ഉള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് 10 രൂപയുടെ ഒരു 10 രൂപ ആണ് ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ്, ഒരു 10 രൂപയുടെ ഫീ ആണ്. ഇത് കറക്റ്റ്. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിനകത്ത് കിടക്കുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ സംഭവം ശരിയാണ്. അപ്പോൾ സിയും ഡിയും കറക്റ്റാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നോക്കി നമ്മൾ പറഞ്ഞ് 10 രൂപ എടുക്കേണ്ടത് തന്നെ അത് കേട്ടോ. ഈ നോക്കി ഇത് കറക്റ്റ് വായിച്ച് നോക്കുക. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഗെറ്റിംഗ് ഇൻഫർമേഷൻ ആപ്ലിക്കൻസ് ഹാസ് ടു പേ ₹10 per page ഓഫ് ഇൻഫർമേഷൻ എന്നാണ്. തെറ്റാണ്. ഈ പറഞ്ഞിരിക്കുന്ന
നിങ്ങളിപ്പോൾ ഒരു ഇൻഫോർമേഷൻ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ടോട്ടൽ ഫീ ആണ് 10 രൂപ കേട്ടോ. അല്ലാതെ ഓരോ പേജിനും 10 രൂപ വെച്ചുള്ള സംഭവം തെറ്റാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സിയും ഡിയും മാത്രമേ കറക്റ്റ് ഉള്ളൂ, ബാക്കി എയും ബിയും ഇയും തെറ്റാണ്. തെറ്റിക്കരുത്. 10 രൂപ എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പിൻ്റെ പൈസ ആണ് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ പെർ പേജ് ഒന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിനകത്ത് റൈറ്റ് ഇൻഫർമേഷനകത്ത് വരാത്ത ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ വരാത്ത നമുക്കറിയാം. ലോഗ് ബുക്ക് വരുന്നതാണ്. ഡേറ്റാ മെറ്റീരിയൽ ഹെൽഡ് ഇൻ ഇലക്ട്രോണിക് ഫോം കറക്റ്റ് ആണ്. സർക്കുലർ ഫയൽ നോട്ടിംഗ് എന്നുള്ള സംഭവം എന്താ പറയുക, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തോട്ട് പ്രോസസ്സിനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫയൽ നോട്ടിങ്സ് എന്നുള്ള സംഭവം പറയുന്നത്. അപ്പോൾ ഫയൽ നോട്ടിങ് വരത്തില്ല, സർക്കുലർ ഉള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കുന്ന ആൻസർ പറയുമ്പോൾ എന്താണ്, ഫയൽ നോട്ടിങ് ആണ് കേട്ടോ. ഇൻഫർമേഷൻ പറയുമ്പോൾ ഫയൽ നോട്ടിംഗ് എന്നുള്ള വാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തോട്ട് പ്രോസസ്സിനാണ് ഈ ഫയൽ നോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫയൽ നോട്ടിംഗ് ഇതിനകത്ത് വരത്തില്ല, നമ്മുടെ ഇൻഫർമേഷനകത്ത് വരത്തില്ല. ഈ പറഞ്ഞ ലോഗ് ബുക്കും സർക്കുലറും ഡേറ്റാ മെറ്റീരിയലൊക്കെ എന്ത് തന്നെയാണ്, റൈറ്റ് ഇൻഫർമേഷനകത്ത് വരുന്നതാണ്. പറഞ്ഞിരിക്കുന്നതിനകത്ത് റൈറ്റ് ഇൻഫർമേഷനകത്ത് നിന്ന് എക്സെംപ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ ഒക്കാത്ത ഇൻഫർമേഷൻ ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റൻ. നോക്കി നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നോക്കി ഈ പറഞ്ഞിട്ടുള്ള പാർലമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ പ്രിവിലേജ് ബ്രീച്ച് ചെയ്യുന്ന ഇൻഫർമേഷൻ കൊടുക്കുമോ? ഇല്ല, അത് ക്ലോസ് കൊടുക്കാൻ. അപ്പോൾ ഇത് ഡിസ്ക്ലോസ് ചെയ്യാനൊക്കെ സംഭവമാണ്. ഇത് ഡിസ്ക്ലോസ് ചെയ്യാനൊക്കും, ഇത് അതിനകത്ത് വരുന്നതല്ല. ഇനി ഫോറിൻ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ അത് കോൺഫിഡൻഷ്യൽ ആണ്, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ ഒക്കാത്ത ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഇനി എന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ, ഒരു പബ്ലിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിനകത്ത് വരാത്ത ഒരു സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ ഉള്ള സംഭവം ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി എന്താണ്, ഈ പബ്ലിക് അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലോ വരുന്ന ഡോക്യുമെൻറ്റ്സ് അതെന്ന് പറയുമ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ഒക്കുന്ന സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്നത് കറക്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എയും സിയും ഡിയുമാണ്. എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പാർലമെൻറ്റ് അല്ലെങ്കിൽ പാർലമെൻറ്റ് പ്രിവിലേജ് ബ്രീച്ച് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. ഫോറിൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സംഭവം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ പബ്ലിക് അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാത്ത ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യില്ല, ഡിസ്ക്ലോസ് ചെയ്യത്തില്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറേ. ഇനി നോക്കിയേ, ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇൻഫർമേഷൻ കൊടുക്കാൻ ഫെയിൽ ആയാലും ഈ പറഞ്ഞ സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ പുള്ളിക്ക് ഇൻഫർമേഷൻ കൊടുക്കാനൊക്കത്തില്ലെങ്കിൽ ആ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ഇതിനെ വിളിക്കുന്നത് എന്താ അറിയോ, ഡീംഡ് റിജക്ഷൻ എന്നാണ്. തെറ്റിക്കരുത്. ഡീംഡ് റിജക്ഷൻ എന്ന് പറയുന്നതൊക്കെ ആർട്ടിക്കകത്തുള്ളതാണ്. ഈ ഡീംഡ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്ക് നമ്മുടെ ഈ പറഞ്ഞ ഇൻഫർമേഷൻ കമ്മീഷണറിന് എന്ത് ഇൻഫർമേഷൻ കൊടുക്കാനൊക്കാതെ വരുന്ന ആ ഒരു സംഭവത്തിൽ എന്താണ്, ഡീംഡ് റിജക്ഷൻ എന്നാണ്. ഇനി നോക്കിയാൽ അടുത്ത നോക്കിയാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള സെക്ഷൻ ആർട്ടിക്കിൾ 40 എന്താണ്, തന്നെ പറഞ്ഞു. എന്താണ് ആർട്ടിക്കിൾ 40 എന്ന് പറഞ്ഞാൽ, ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്താണ് ആർട്ടിക്കിൾ 40 കേട്ടോ, തെറ്റിക്കരുത്. ഈ മെറ്റേണിറ്റി റിലീഫ് എന്താണ്, 42 ആർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേന്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ 44. അപ്പോൾ അറിയാം, ഇതാണ് ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്താണ് ആർട്ടിക്കിൾ 40 നോത്തിരിക്കുക കേട്ടോ. ഇനിയും ഈ പറഞ്ഞ ഡയറക്റ്റ് പ്രിൻസിപ്പിൾസിനകത്ത് ഗാന്ധിയൻ പോളിസി വരുന്ന ഏതാണെന്നാണ് ക്വസ്റ്റൻ. നോക്കി താഴെ പറഞ്ഞിട്ട് നോക്കുക. ആൻസർ എത്താണ്, കോട്ടേജ് ഇൻഡസ്ട്രിയുടെ പ്രൊമോഷൻ എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നത് കേട്ടോ. എന്താണ്, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രിയാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നത്. നോക്കി ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇച്ചിരി ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ കാരണം ഇങ്ങനെ തന്നെ കാര്യം അറിഞ്ഞിരിക്കാൻ. നോക്കി ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് വെച്ച് ഡയറക്റ്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ക്വസ്റ്റൻ. നോക്കി ദേ ആർ നോട്ട് എൻഫോഴ്സിബിൾ ബൈ, കറക്റ്റാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാണ് ജസ്റ്റിഷ്യബിൾ അല്ല ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ്, കറക്റ്റാണ്. ജസ്റ്റിഷ്യബിൾ അല്ല ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലെ ലോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ബേസിസ് തന്നെ കൊണ്ടുവന്ന സംഭവമാണ് ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ള സംഭവം. ആർട്ടിക്കിൾ 51 എന്ന് പറയുമ്പോൾ എന്താണ്, ലാസ്റ്റ് ഡയറക്റ്റ്. നമുക്കറിയാം എത്ര വരെയാണ് ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരെയാണ്, 36 തൊട്ട് 51 വരെയാണ് അല്ലേ. നമുക്കറിയാം 36 തൊട്ട് 51 വരെയാണ്. 51 എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. അപ്പോൾ ഒറ്റയ്ക്ക് ലാസ്റ്റ് ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, ആർട്ടിക്കിൾ 51 ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് മൂന്നും ശരിയാണേ. നോക്കി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള സംഭവം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പർപ്പസ് എന്താണെന്നാണ് ക്വസ്റ്റൻ. തെറ്റിക്കരുത്, ഈ ക്വസ്റ്റൻ ഒന്ന് തെറ്റിച്ചേക്കരുത്. നോക്കി എന്തൊക്കെ ഓപ്ഷൻ എന്താണ് അറിയാൻ നോക്കി. നമുക്കറിയാം ഗാന്ധിയൻ ഡെമോക്രസി, ഗാന്ധിയൻ പോളിസി ഇതിനകത്തുള്ളതാണ്. നമ്മൾ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഗാന്ധിയൻ കിട്ടിയത്. നോക്കി ഇതിനകത്ത് സോഷ്യൽ ആൻഡ് എക്കോണമിക് ഡെമോക്രസി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡയറക്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ഒബ്ജക്റ്റീവ്. ആയിട്ട് തെറ്റിക്കരുത്. സോഷ്യൽ ആൻഡ് എക്കോണമിക് ഡെമോക്രസി ഇന്ത്യയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള മെയിൻ കാരണമേ സോഷ്യൽ ആൻഡ് എക്കോണമിക് ഡെമോക്രസി ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡയറക്റ്റ് പ്രിൻസിപ്പിൾ. ഈ പറഞ്ഞ ഗാന്ധിയൻ ഡെമോക്രസി, ഗാന്ധിയൻ പോളിസീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എയിം എന്ന് പറയുന്ന സംഭവം ഇത് തന്നെയാണ്, സോഷ്യൽ ആൻഡ് എക്കോണമിക് ഡെമോക്രസി കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്തോ ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി യൂണിഫോം സിവിൽ കോഡിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്, പ്രധാന പറ. ആർട്ടിക്കിൾ 44 ആണല്ലേ, യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 ആണ്. 42 മെറ്റേണിറ്റി റിലീഫ് ഒക്കെ വരുന്നതാണ് ആർട്ടിക്കിൾ 42 എന്ന് പറയുമ്പോഴത്തേക്കിന്. 22 എന്താണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കയത്തടങ്കിൽ വെച്ചാൽ കാരണം അറിയിക്കുക എന്നുള്ളതാണ് 22 അല്ലേ. 24 എന്ന് പറഞ്ഞാൽ എന്താണ്, ചൈൽഡ് ലേബറിന് എഗൻസ്റ്റ് ഉള്ളതാണ് 24. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഈ പറഞ്ഞ ഏതിനെ വയലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് 39 ആർട്ടിക്കിൾ 39 അകത്ത് സബ്സെക്ഷൻ എനിക്ക് ഓർമ്മയില്ല. ആർട്ടിക്കിൾ 39 ഏതൊരു സബ്സെക്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്താണ് ഈ പറയുന്നത് എന്താണ്, എക്കോണമിക് ഗ്രോത്ത് എന്നുള്ള സംഭവം കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്
റിസൾട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ എക്കോണമിക് ഡെവലപ്മെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്തിന് കാരണമാകരുത് എന്ന് പറയുന്നത് ഈ തന്നെ 39 എന്നുള്ള ആർട്ടിക്കിളിനകത്താണ്. അപ്പോൾ അതെന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിക്കകത്ത് വരുന്ന ഒരു സംഭവമാണെന്ത്? കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കിന് വയലേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ. ഇതിലേതാണ് കൺസൈൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിളിക്കുന്നത് എന്തിനാണ്? കൺസൈൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിളിക്കുന്നത് എന്തിനാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ് അല്ലേ? കൺസൈൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് നോക്കി, ആൾക്കാരെ ഈ പറഞ്ഞിട്ടുള്ള റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്തിൻ്റെ പേരിൽ ഒരു സിറ്റിസണെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റിൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കി, ഏതായിരിക്കും അത്? റൈറ്റ് ടു ഈക്വാലിറ്റി ആണല്ലോ, അല്ലാതെ തെറ്റൊന്നുമില്ല, അതറിയാം, എല്ലാവർക്കും അറിയാം. റൈറ്റ് ടു ഈക്വാലിറ്റിക്കകത്താണ് എല്ലാവരും ഈക്വാലിറ്റി കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി എന്ന് വിളിക്കാൻ കാരണമായ ഫണ്ടമെന്റൽ റൈറ്റ് ഏതായിരിക്കും? ഈ പറഞ്ഞ റിലീജിയൻ ചൂസ് ചെയ്യാനുള്ള റൈറ്റാണ് നമ്മുടെ ഇന്ത്യയെ സെക്യുലർ എന്ന് വിളിക്കാൻ കാരണം അല്ലേ? റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ് എവിടെ നിന്ന് എവിടെ വരെയാണ്? 25 to 27 വരെയാണെന്ന് അറിയാമല്ലോ അല്ലേ? ഏതാണ് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റിനകത്ത് വരുന്നതാണ്. റൈറ്റ് ഓഫ് അക്യൂസ്ഡ് വരുന്നതാണ്. ഈ റൈറ്റ് ടു അഡിക്വേറ്റ് ലൈവ്ലിഹുഡ് എന്നുള്ള സംഭവം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതെന്തല്ല, അത് ജസ്റ്റീഷ്യബിൾ അല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പ്രൈവസിയെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ ഹെഡ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. പ്രൈവസിയെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ ഹെഡ് JS കേക്കർ എന്നൊരു വ്യക്തിയാട്ടോ. JS കേക്കർ ആയിരുന്നു ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രൈവസിയെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ ഹെഡ് JS കേക്കർ ആയിരുന്നു കേട്ടോ. പുള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കേട്ടോ. 44th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു പുള്ളി എന്ന് പറയുമ്പോഴത്തേക്കിന്. ഈ പറഞ്ഞ ഒരു സംഭവം ഒരു ഡിക്ലെയർ 2017 ഈ പറഞ്ഞിട്ടുള്ള പ്രൈവസി എന്നുള്ള സംഭവത്തിനെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് എന്നൊരു സെക്ഷൻ ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് ഒന്നുകൂടെ എടുത്തിടാം കേട്ടോ. ഞാൻ എടുത്തിട്ടില്ല, എടുത്ത് ഒരെണ്ണം കിടപ്പുണ്ട്. പക്ഷെ ഒന്നുകൂടെ ഞാൻ എന്നുള്ള ഒരു ക്ലാസ് ഞാൻ സെപ്പറേറ്റ് ഒന്നുകൂടെ എടുത്തിടാം, നമ്മുടെ പ്രഷർ ബെൽറ്റ് ഒക്കെ വരച്ചിട്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുന്ന ലിങ്ക് ഷെയർ ചെയ്യുന്നത് പറയുമേ. അപ്പം നിങ്ങൾ പഠിക്കുക. ഇങ്ങനെയല്ല, നമുക്ക് ഞാനിങ്ങനെ ഫേസ് കാണിച്ച് വേണ്ട, അല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതോടെ പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിവിഷൻ ഇച്ചിരി കൂടെ ഫാസ്റ്റായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ച് ഇങ്ങനെ നിന്ന് പറയാതെ നമുക്കിപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ അങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ ഇംഗ്ലീഷിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എനിക്ക് ബാക്കി ചെയ്യാനുണ്ട്, അത് LDG-ക്കാർക്കൂടെ ചേർത്ത് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് ഞാൻ തന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെത്താനെ ചെയ്ത് നോക്കുക, അതുപോലെ വൊക്കാബുലറി തന്നെത്താനെ എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കേട്ടോ. താങ്ക് യു സോ മച്ച്.